पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयेशं मनिशं हृदि भावयामि। സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ ദശകം 70ാമത്തെ ദശകം. പൃഥിവി എന്ന വൃത്തമാണ് ഇതിലുള്ളത്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ സുദർശനൻ എന്ന വിദ്യാധരന് നൽകിയ ശാപമോക്ഷം, ഇതിൽ തന്നെ വൃത്തം മാറി വരും. ഈ ശ്ലോകത്തിൽ ആദ്യത്തെ വൃത്തമാണ്, ആദ്യത്തെ കുറച്ച് വൃത്തങ്ങളാണ് പൃഥിവി. ഇതി ത്വൈരസാകുലം രമിതവല്ലവേ വല്ലവാഹ കദാപി പുരമംബികാകമിദുരംബികാകാനനേ സമേത്യ ഭവദാസമം നിശി നിഷേവ്യ ദിവ്യോത്സവം സുഖം സുഷുപുരഗ്രസീത് വ്രജപമുഗ്രനാഗസ്തദാ. എന്തുണ്ടായി? ഇതി, പദം പിരിക്കാമാ. ഇതി ത്വയി രസാകുലം രമിതവല്ലഭേ വല്ലവാഹ കദാവി പുരം അംബികാകമിദുഹു അംബികാകാനനെ സമേത്യ ഭവദാ സമം നിശി നിഷേവ്യ ദിവ്യോത്സവം സുഖം സുഷുപുഹു അഗ്രസീത് വ്രജപം ഉഗ്രനാഗഃ തദാ. എന്തുണ്ടായി? ഇതി, ഇപ്രകാരം, ത്വയി എന്ന സപ്തമിയിൽ ഉപയോഗിച്ചു അങ്ങ് രസാകുലം രമിതവല്ലഭേ. എന്ത് ചെയ്തു? രസാകുലം, രസകരമാകുന്ന തരത്തിൽ രമിതവല്ലഭേ, തന്റെ പ്രിയതമകളെ മുഴുവൻ രമിപ്പിച്ചു. അങ്ങനെ വാഴ്ന്നിരിക്കുന്ന സമയത്ത്, എപ്പോഴാണോ അങ്ങ് തന്റെ പ്രിയതമമാരെ രസാകുലത്തിൽ അങ്ങോട്ട് മുക്കിയത്, അപ്പോൾ അങ്ങനെ യാമുനീഷു ഖലു യാമിനീരിതി എന്ന് പറഞ്ഞു. പല രാത്രികളിലും ഇവരോടൊപ്പം രാസക്രീഡ നടത്തി ഭഗവാൻ. അങ്ങനെ അവരെയൊക്കെ രാസക്രീഡ നടത്തി തന്റെ കൂടെ അങ്ങനെ രമിപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇതി ത്വയി രസാകുലം രമിതവല്ലഭേ സതി, ഇങ്ങനെ എല്ലാവരെയും തന്റെ രസത്തിൽ ആഴ്പത്തി രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടായി? വല്ലവാഹ, വല്ലവന്മാര്, നമ്മുടെ ഗോപന്മാര്. ആ വല്ലവന്മാർ എന്ത് ചെയ്തു? കഥാപി, ഏതോ ഒരിക്കൽ ഈ ഗോപന്മാരൊക്കെ കൂടെ ചേർന്ന് എന്ത് ചെയ്തു എന്നറിയോ? അംബിക കമിതുഹു, അംബിക എന്ന് പറഞ്ഞാൽ ദേവി, അംബികാവിന്റെ കമിത എന്ന് പറഞ്ഞാൽ പ്രിയതമൻ, കാമിക്കുന്ന ആള് എന്നൊക്കെ അർത്ഥം. ആ കമിത, കമിതാരോ, കമിതാരഹ എന്നുള്ളതിന്റെ പിതുഹു പോലെ ഷഷ്ടി, കമിതുഹു. അംബിക കമിതുഹു, അംബികയുടെ പ്രിയതമനായ പരമശിവന്റെ. ഇവിടെ എന്താണ്? അംബികാ കാനനെ. എവിടേക്കാ പോയത്? അംബികാവനത്തിലേക്ക്. അംബികാ കാനനം, അംബികാവനം. ആ അംബികാവനത്തിലുള്ള അംബികാ കമിതുഹു പുരം, പട്ടണത്തിലേക്ക്. അതായത് അവിടെ അംബികാ കമിതുവിന്റെ പുരത്തിലേക്ക്, ശിവക്ഷേത്രത്തിലേക്ക് എന്നർത്ഥം. ശിവക്ഷേത്രത്തിലേക്ക് എന്ത് ചെയ്തു? തന്നെ പോയില്ല. സമേത്യ ഭവദാസമം, ഹേ ഗുരുവായൂരപ്പ, ഭവദാസമം, അങ്ങയോടൊപ്പം. ഈ വല്ലവന്മാര് അംബികാവനത്തിലുള്ള ശിവക്ഷേത്രത്തിലേക്ക് അങ്ങയോടൊപ്പം സമേത്യ എത്തിച്ചേർന്നു. അപ്പൊ സമേത്യ ഭവദാസമം എന്നുള്ളത് ഭവദാസമം സമേത്യ, അങ്ങയോടൊപ്പം അവിടെ എത്തിച്ചേർന്ന് നിശി, രാത്രിയില്, നിഷേവ്യ ദിവ്യോത്സവം, ആ ദിവ്യോത്സവം ഒക്കെ കൊണ്ടാടി. ദിവ്യോത്സവം നിഷേവ്യ, ദിവ്യോത്സവം, ഭഗവാന്റെ ഉത്സവമൊക്കെ നടത്തിക്കഴിഞ്ഞ് എന്ത് ചെയ്തു? നിശി, രാത്രിയില്, സുഖം സുഷുപതുഹു, സുഷുപുഹു ബഹുവചനാണല്ലോ, സുഖം സുഷുപുഹു, സുഖമായിട്ട് ഉറങ്ങി. സുഷ്വാപ സുഷുപതുഹു സുഷുപുഹു ലിട്ടിലകാരം, സുഖമായിട്ട് ഉറങ്ങി.
ആ ഉറങ്ങിയ സമയത്ത് വ്രജപം, പ എന്നുള്ളതിന് രണ്ടർത്ഥം പറഞ്ഞു തന്നിട്ട്. കുടിക്കുന്നവൻ ഒരർത്ഥം, രക്ഷിക്കുന്നവൻ ഒരർത്ഥം. ഇവിടെ വ്രജപൻ എന്ന് പറഞ്ഞാൽ വ്രജങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നന്ദഗോപുരം, വ്രജപൻ. ആ വ്രജപം, വ്രജനാഥനായ നന്ദഗോപനെ ഉഗ്രനാഗ, ഒരു വലിയ സർപ്പം, തഥാ അപ്പോൾ അഗ്രസീത്, വിഴുങ്ങി. ഇതാണ് സംഭവം. ഒരിക്കൽ എല്ലാവരും കൂടെ അംബികാവനത്തിലേക്ക് ചെന്നു. അവിടെ അംബികാകമിതാവായ പരമശിവന്റെ ക്ഷേത്രത്തിൽ ചെന്നു. ദിവ്യോത്സവമൊക്കെ നടത്തി. രാത്രിയായപ്പോൾ എല്ലാവരും അവിടെ തന്നെ കിടന്നു. അങ്ങനെ എല്ലാവരും ഉറങ്ങിപ്പോയി. ആ സമയത്ത് വ്രജവാസികളുടെ നാഥനായ നന്ദഗോപനെ ഒരു ഉഗ്രസർപ്പം വന്ന് അഗ്രസീത്, വിഴുങ്ങി. ഇതാണ് കാര്യം. അഗ്രസീത്, പിടിച്ചു വിഴുങ്ങാൻ തുടങ്ങി. മുഴുവൻ വിഴുങ്ങിയില്ല, കുറച്ചങ്ങോട്ട് വിഴുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ഥിതി. അപ്പൊ എങ്ങനെയാണ് നോക്കൂ. ഭഗവാൻ രസകരമാകും വണ്ണം പ്രിയതമകളുമായിട്ട് രമിപ്പിച്ചു വാഴുന്ന സമയത്താണ് ഗോപന്മാർക്കൊക്കെ കൂടി തോന്നിയത് അംബികാവനത്തിലേക്ക് പോകാമെന്ന്. അങ്ങനെ അംബികാവനത്തിൽ ചെന്ന് ശിവക്ഷേത്രത്തിൽ ദിവ്യോത്സവങ്ങളൊക്കെ നടത്തിയ ശേഷം രാത്രിയില് സുഖമായിട്ട് ഉറങ്ങി. ആ സമയത്ത് ഒരു ഉഗ്രനാഗം, ഒരു ഉഗ്രൻ സർപ്പം ആ വ്രജപനായ നന്ദഗോപരെ വിഴുങ്ങി. അഗ്രസീത്, വിഴുങ്ങാൻ പിടിച്ചു. ഈതി ത്വയി രസാകുലം രമിതവല്ലഭ. എപ്പോഴാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സന്ദർഭം പറഞ്ഞത്. ഇങ്ങനെ ഗോപികമാരോടൊപ്പം നല്ല രസത്തില് കാമകേളികൾ നടത്തി രമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത്, ആ സമയത്ത് വല്ലവാഹ, ഈ ഗോപന്മാര് കഥാപി, എപ്പോഴോ ഒരിക്കൽ അംബികാകാനനെ, അംബികാവനത്തില് അംബികാ കമിതുഹുപുരം, അംബികാ കമിതാവായ, അതായത് പരമശിവന്റേതായ ക്ഷേത്രത്തെ ഭവദാസമം സമേത്യ, അങ്ങയോടൊപ്പം ചെന്നു. അങ്ങും പോയിട്ടുണ്ട് അവരുടെ കൂടെ. എന്നിട്ടോ ദിവ്യോത്സവം നിഷേവ്യ, ദിവ്യമായ ഉത്സവമൊക്കെ കൊണ്ടാടിയിട്ട് നിശി, രാത്രിയില് സുഖം സുഷുപുഹു, സുഖമായിട്ട് എല്ലാവരും ഉറങ്ങി. സുഷ്വാപ സുഷുപതുഹു സുഷുപുഹു എന്ന് ബഹുവചനം. എല്ലാവരും ഉറങ്ങി. തഥാ, ആ സമയത്ത് ഉഗ്രനാഗ, ഉഗ്രനായൊരു സർപ്പം, വ്രജപം അഗ്രസീത്, ആ വ്രജനാഥനായ നന്ദഗോപനെ വിഴുങ്ങി. ഇതി ത്വയി രസാകുലം രമിതവല്ലഭേ വല്ലവാഹ കഥാപി അംബികാകാനനെ അംബികാകമിതുഹു പുരം ഭവദാസമം സമേത്യ ദിവ്യോത്സവം നിഷേവ്യ നിശി സുഖം സുഷുപുഹു തഥാ ഉഗ്രനാഗഃ പ്രജപം അഗ്രസീത്. അഗ്രസീത് എന്നുള്ളത് ലുങ്ങിലകാരം. നന്ദനെ പാമ്പ് വിഴുങ്ങി. ഇതാണ് സംഭവം. ഇതി ത്വൈരസാകുലം രമിതവല്ലഭേ വല്ലവാഹ കഥാപി പുരമംബികാഗമിദുരംബികാകാനനെ സമേത്യ ഭവദാസമം നിശി നിഷേവ്യ ദിവ്യോത്സവം സുഖം സുഷവിരഗ്രസീത് വ്രജപമുഗ്രനാഗസ്തദാ. അപ്പൊ എന്തായി? കണ്ടു, അങ്ങനെ പാമ്പ് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരെ? നന്ദഗോപര്. അപ്പൊ എല്ലാവരും, രാത്രിയാണ്, തീ കായാൻ വിറക് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ സമുന്മുഖമധോൽമുഖൈഹി അഭിഹദേവി തസ്മിൻ ബലാദ് അമുഞ്ചതി ഭവത്പദേ ന്യപതി പാഹി പാഹീതി തൈഹി തദാ ഖലു പദാ ഭവാൻ സമുപഗമ്യ പസ്പർശദം ബഭൗ സച നിജാം തനും സമുപസാദ്യ വൈദ്യാധരീം. എന്തുണ്ടായി? സമുന്മുഖം. സമുന്മുഖം എന്നാ പറഞ്ഞത്. നേരിട്ട്, സമുന്മുഖം, നേരിട്ട് പദം പിരിക്കാം. സമുന്മുഖം അധ ഉൽമുഖൈഹി അഭിഹദേ അഭി തസ്മിൻ ബലാദ് അമുഞ്ചതി ഭവത്പദേ ന്യപതി പാഹി പാഹി ഇതി തൈഹി തദാ ഖലു പദാ ഭവാൻ സമുപഗമ്യ പസ്പർശ തം ബഭൗ സ നിജാം തനും സമുപസാദ്യ വൈദ്യാധരീം. ഇവിടെ എന്തുണ്ടായി? സമുന്മുഖമാണ്, നേരിട്ട്, നേരെ പിടിച്ച്. അതാ ഉൽമുഖൈഹി. ഉൽമുഖം എന്ന് പറഞ്ഞാൽ തീക്കൊള്ളി. ഉൽമുഖങ്ങൾ കയ്യിലെടുത്തു.
അതായത് കത്തിക്കൊണ്ടിരിക്കുന്ന വിറകാണ് എടുത്തത്, തീക്കൊള്ളികളാണ് എടുത്തത്. എന്നിട്ട് എന്ത് ചെയ്തു? സമുന്മുഖം, നേരിട്ട് ആ തീക്കൊള്ളി കൊണ്ട് അഭിഹതേ അടിച്ചു. തീക്കൊള്ളി കൊണ്ട് നേരിട്ട് അടിച്ചു നോക്കി. എന്നിട്ടും അമുഞ്ചതി നമുഞ്ചതി അമുഞ്ചതി, അത് എന്ത് ചെയ്തിട്ടും പിടിവിട്ടില്ല. അമുഞ്ചതി സതി എന്നർത്ഥം. അത് എപ്പോഴാണോ പിടിവിടാതിരുന്നത്, തൈഹി, അപ്പൊ ഈ ഗോപന്മാരൊക്കെ കൊടുക്കുന്ന പാഹി പാഹി ഇതി, രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഭവത്പദേന്യപതി, അങ്ങയുടെ പാദത്തിൽ വീഴപ്പെട്ടു. അവരൊക്കെ കൂടെ ഓടി വന്ന് ഭഗവാന്റെ പാദത്തിൽ വന്ന് ശരണം പ്രാപിച്ചു. ന്യപതി എന്ന് കർമ്മണി ലുങ്ങായിട്ട് ഉപയോഗിച്ചിരിക്കുക. തദാഖലു, ആ സമയത്ത് ഭവാൻ അങ്ങന്റെ ഒരു സമുപഗമ്യ അവിടേക്ക് അടുത്തേക്ക് എത്തി. എന്നിട്ട് വേറൊന്നും ചെയ്തില്ല. പദാതം പസ്പർശ, തന്റെ കാലുകൊണ്ട് ആ പാമ്പിനെ ഒന്ന് തൊട്ടു. പസ്പർശ, പസ്പർശ, പസ്പൃശതുഹു, പസ്പൃശുഹു എന്ന് ലിട്ട് കേട്ടാ. പസ്പർശ, കാലുകൊണ്ടൊന്ന് തൊട്ടു. തൊട്ടപ്പോഴേക്കെന്താ? സഹ, ആ സർപ്പം എന്ത് ചെയ്തു? നിജാം, സ്വന്തമായിട്ടുള്ള, വൈദ്യാധരീം തനും, തനു എന്നുള്ള വാക്ക് സ്ത്രീലിംഗം, അതുകൊണ്ടാണ് നിജാം തനും, സ്വന്തം രൂപത്തെ. അത് എന്ത് രൂപമായിരുന്നു അദ്ദേഹത്തിന്? വൈദ്യാധരീം തനും, വിദ്യാധരന്റേതായ തന്റെ ശരീരത്തെ സമുപസാദ്യ, വീണ്ടും തിരിച്ചു കിട്ടി. തിരിച്ചു കിട്ടിയവനായി ബഭൗച, വിളങ്ങി. പാമ്പിനെ കാലോണ്ട് തൊട്ടപ്പോ പാമ്പ് വിദ്യാധരനായി മാറി എന്നർത്ഥം. ഇതാണ് കാര്യം. അപ്പൊ എന്തൊക്കെയാണ്? അധ തസ്മിന് ബലാത് സമുന്മുഖം ഉൽമുഖൈ അഭിഹതേ അഭി അമുഞ്ചതി, അവനിൽ ബലമായിട്ട് നേരിട്ട് തീക്കൊള്ളി എറിഞ്ഞിട്ടും അവൻ പിടിവിട്ടില്ല എന്നപ്പോൾ അമുഞ്ചതി സതി, നമുഞ്ചതി ഇതി അമുഞ്ചതി, ഇടാ വിടാതെ നിന്നു. തീക്കൊള്ളി കൊണ്ടൊക്കെ എറിഞ്ഞിട്ടും പാമ്പ് പോണില്ല. ആ സമയത്ത് തൈഹി, തൈഹി വല്ലവൈഹി, ആ ഗോപന്മാര് മുഴുവൻ പാഹി പാഹി ഇതി, രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭവത്പദേ ന്യപതി സതി, അങ്ങയുടെ പാദത്തിൽ വന്നു വീണപ്പോഴ്, തഥാ, ആ സമയത്ത്, ഖലു ഭവാൻ, അങ്ങ് സമുപഗമ്യ, എത്തിച്ചേർന്ന്, പദാതം സംസ്പർശ, കാലുകൊണ്ട്, സംസ്പർശയില്ല പസ്പർശ, കാലുകൊണ്ട് അങ്ങോട്ട് സ്പർശിച്ചു. ആര്? ആ സർപ്പത്തിനെ തന്റെ കാലുകൊണ്ടൊന്ന് തൊട്ടു. സഹ, അപ്പോൾ ആ സർപ്പം, നിജാം വൈദ്യാധരീം തനും, തന്റെ സ്വന്തമായ വിദ്യാധരന്റെ ശരീരത്തെ സമുപസാദ്യ, പ്രാപിച്ചിട്ട്, ബഭൗച, ശോഭിക്കുകയും ചെയ്തു. ഇവിടെ അവരാൽ പതിക്കപ്പെട്ടു എന്നാണ് ന്യപതി എന്ന് കേട്ടാ. തൈഹി ന്യപതി, ആര്? ത്വം ന്യപതി, അങ്ങ് മറ്റുള്ളവരാൽ കാലിൽ പതിക്കപ്പെട്ട്, പാഹി പാഹീതി, രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഓടി വന്ന് അങ്ങയുടെ കാലിലാ പിടിച്ചത്. ഇവിടെയൊക്കെ കർമ്മണി ലുങ്ങായിട്ട് ഉപയോഗിച്ചു കേട്ടാ. അധ തസ്മിന് ബലാത് സമുന്മുഖം ഉൽമുഖൈഹി അഭിഹതേ അഭി അമുഞ്ചതി സതി, തൈഹി പാഹി പാഹി ഇതി ഭവത്പദേ ന്യപതി, തദാ ഖലു ഭവാൻ സമുപഗമ്യ പദാതം പസ്പർശ, സഹ നിജാം വൈദ്യാധരീം തനൂം സമുപസാദ്യ ബഭൗച. അനന്തരം ഗോപന്മാര് കയ്യിലുള്ള തീക്കൊള്ളി കൊണ്ട് ശക്തിയായി അടിച്ചിട്ടും കുത്തിയിട്ടും ഒക്കെ നോക്കിയിട്ടും അമുഞ്ചതി സതി, അവൻ പിടിവിട്ടില്ല. ആ സമയത്ത് പാഹി പാഹി ഇതി, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവരാൽ അങ്ങയുടെ കാലുകളിൽ വീഴപ്പെട്ടു. അവർ അങ്ങയുടെ കാലിനെ ശരണം പ്രാപിച്ചു. ആ സമയത്ത് അങ്ങ് അടുത്തു ചെന്ന്, സമുപഗമ്യ, അടുത്തേക്ക് ചെന്ന് തന്റെ പാതാരവിന്ദം കൊണ്ട് ആ പാമ്പിനെ ഒന്ന് സ്പർശിച്ചു. ഉടനെ ആ നാഗം തന്റെ സ്വന്തം രൂപമായ വിദ്യാധര രൂപത്തെ പ്രാപിച്ച് ബഭൗച, വിളങ്ങുകയും ചെയ്തു. ബഭൗ എന്നുള്ള ലിറ്റ്, ബഭൗ ബഭു, ബഭൗ എന്ന ലിട്ട് കേട്ടാ, ഭാധാതുവിന്റെ ലിട്ട്. അപ്പൊ എന്താണ്? അധ തസ്മിന് ബലാത് സമുന്മുഖം ഉൽമുഖൈഹി അഭിഹതേ അഭി അമുഞ്ചതി, തൈഹി പാഹി പാഹി ഇതി
ഭവത്പദേ ന്യപതി തദാ ഖലു ഭവാൻ സമുപഗമ്യ പദാതം പസ്പർശ സഹ നിജാം വൈദ്യാധരീം തനും സമുപസാദ്യ ബഭൗച സമുന്മുഖമദോന്മുഖൈഃ അഭിഹദേവി തസ്മിൻ ബലാത് അമുഞ്ചതി ഭവത്പദേ നപതി പാഹി പാഹീതി തൈഃ തദാ ഖലു പദാ ഭവാൻ സമുപഗമ്യ പസ്പർശതം ബഭൗച നിജാം തനും സമുപസാദ്യ വൈദ്യാധരീം. എന്ത് ചെയ്തു? അവൻ എഴുന്നേറ്റ് താൻ പെട്ടെന്ന് പാമ്പ് ഒരു വിദ്യാധരന്റെ രൂപം ഭാവിച്ചിരിക്കുകയാണ്. ഭഗവാൻ എല്ലാം അറിയുന്ന സർവജ്ഞനാണെങ്കിലും ഭഗവാന്റെ മുമ്പില് തന്റെ ശാപകഥ വിളിച്ചു പറയുകയാണ്. ആര്? ഈ വിദ്യാധരൻ. നോക്കിക്കോളൂ. സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനീൻ ക്വചിദുപാഹസം തഹിമാം വിദുർവാഹസം ഭവത്പദ സമർപ്പണാത് അമലദാം ഗതോസ്മീത്യസൗ സ്തുവൻ നിജപദം യയോ വ്രജപദം ച ഗോപാമുദ. സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യഃ അസ്മി അഹം മുനീൻ ക്വചിത് ഉപാഹസം തേ ഇഹ മാം വ്യദുഹു വാഹസം ഭവത് പദസമർപ്പണാത് അമലദാം ഗതഃ അസ്മി ഇതി അസൗ സ്തുവൻ നിജപദം യയൗ വ്രജപദം ച ഗോപാഹ മുദാ. ഇത്രയും വാക്കുകളാണുള്ളത്. ഇതിൽ പറയണേ, ഹേ സുദർശനധര പ്രഭോ എന്ന് വിളിച്ചു ഭഗവാനെ. സുദർശനം കയ്യിൽ വെക്കുന്ന ഭഗവാനല്ലേ അങ്ങ്? അങ്ങനെയുള്ള നാഥ എന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്തു? അഹം സുദർശനാഖ്യഃ അസ്മി നനു. ഞാൻ സുദർശനൻ എന്ന പേരുള്ളവനായിരുന്നു. ഭഗവാനോട് പറയാണ്, ഹേ സുദർശനധര, ഞാൻ ഒരു സുദർശനനായിരുന്നു. എന്താ? പണ്ട് ഞാൻ ഒരു സുദർശനൻ. സുദർശനൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ല ദർശനമുള്ളവൻ എന്നാണ് അർത്ഥം. സുദർശനനായിരുന്നു ഞാൻ. പക്ഷെ അങ്ങനെ സുദർശനനായിട്ടുള്ള ഞാൻ എന്ത് ചെയ്തു? ക്വചിത്, ഒരിടത്ത്, ഒരിക്കൽ, മുനീൻ ഉപാഹസം, അഹസദ് അഹസദാം അഹസൻ അഹസഹ അഹസദം അഹസദ അഹസം ഉപ അഹസം ഉപാഹസം. വെറുതെ ഹസൻ എന്ന് പറഞ്ഞാൽ ചിരിക്കുക, ഉപഹസതി എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക. ഇവിടെ എന്ത് ചെയ്തു? ക്വചിത് മുനീൻ ഉപാഹസം, ഒരിക്കൽ ഞാൻ മുനിമാരെ പരിഹസിച്ചു. സുദർശനനായിട്ടുള്ള ഞാൻ അങ്ങനെ ചെയ്യാൻ പാടൂ? നല്ല കാഴ്ചപ്പാടുള്ളവനാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഒരിക്കൽ ഞാൻ മുനിമാരെ പരിഹസിച്ചു. പരിഹസിച്ചപ്പോ അവരെന്ത് ചെയ്തു എന്നറിയോ? തേ, അവർ, ഇവിടെ ത ഇഹ മാം സന്ധിയാണ് കേട്ടോ. തേ ഇഹ മാം, തേ അവര്, ഇഹ ഇവിടെ, മാം എന്നെ, വാഹസം വ്യതുഹു, വാഹസൻ എന്ന് പറഞ്ഞാൽ സർപ്പം എന്നർത്ഥം. വാഹസം വ്യതുഹു, എന്നെ അവർ സർപ്പമാക്കി ചെയ്തു. വ്യഥാത് വ്യഥാദാം വ്യതുഹു, അവരെന്നെ എല്ലാവരും കൂടി സർപ്പമാക്കി തീർത്തു. എന്നിട്ട് എന്ത് ചെയ്തു? വിവ്യാധ വിവ്യതുഹു വിവ്യുഹു എന്ന് പറയണ പോലെട്ടോ. നീ എന്ത് ചെയ്തു? ഭവത് പദസമർപ്പണാത്, അങ്ങയുടെ പാദം എന്നിൽ സമർപ്പിക്കപ്പെട്ടുവല്ലോ. അങ്ങയുടെ കാലെന്റെ മേതയ്ക്ക് വെച്ചപ്പോഴ് അമലതാംഗദഹാസ്മി, എന്റെ മനസ്സിലുള്ള മാലിന്യങ്ങളൊക്കെ പോയി, പരിഹാസഭാവമൊക്കെ പോയി. അമലതാം, നിർമ്മലതയെ, ഗദഹ അസ്മി, പ്രാപിച്ചിരിക്കുന്നു. ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് എനിക്ക് നൈർമല്യം കൈവന്നിരിക്കുന്നു. അതുകൊണ്ട് ഇതി എന്ന്, അസൗ ഇവൻ, സ്തുവന് സ്തുതിച്ചുകൊണ്ട്, നിജപദം യയോ സ്വന്തം സ്ഥലത്തേക്ക് വിദ്യാധര ലോകത്തിലേക്ക് പോയി. ഗോപാഹ ഗോപന്മാരാകട്ടെ, മുദാ സന്തോഷത്തോടു കൂടി, വ്രജപദം ച വ്രജത്തിലേക്കും. അതുവഴി പോയപ്പോഴേ ഇവർ വഴി തിരിച്ചു വന്നു. ഇവിടെ ഒരു സംഭവം നടത്താൻ വേണ്ടി അംബികാ കാനനത്തിലേക്ക് പോയ പോലെയായി അല്ലേ? ഹേ സുദർശനധര പ്രഭു അഹം സുദർശനാഖ്യഃ അസ്മി നനു. ഹേ സുദർശന ചക്രം ധരിക്കുന്ന നാഥ, ഞാനും സുദർശനൻ എന്ന പേരുള്ളവനാണ്. ക്വചിത് മുനീനുപാഹസം, ഒരിക്കൽ ഞാൻ മുനിമാരെ പരിഹസിച്ചു. ആംഗിരസ് ഗോത്രത്തിൽപ്പെട്ട മുനിമാരെയാണ് പരിഹസിച്ചത്.
തേ മാം ഇഹ വാഹസംവ്യതു, അവരെന്നെ ഒരു വലിയ മലമ്പാമ്പാക്കി, പെരുമ്പാമ്പാക്കി വിട്ടു. പെരുമ്പാമ്പിനോ മലമ്പാമ്പിനോ ഒക്കെ വിഴുങ്ങാൻ പറ്റുള്ളൂ. ഭവത് പദ സമർപ്പണ, അങ്ങയുടെ കാല് സ്പർശിച്ചത് കൊണ്ട് അമലതാംഗതോസ്മി, ഇപ്പോൾ ഞാൻ നിർമ്മലനായി തീർന്നിരിക്കുന്നു. ഇതി അസൗ സ്തുവൻ, ഇപ്രകാരം ഇവൻ സ്തുതിച്ചുകൊണ്ട് നിജപദം യയോ, തന്റെ സ്ഥാനമായ വിദ്യാധര ലോകത്തിലേക്ക് പോയി. ഗോപാഹാമുദ വ്രജപദം ച, ഗോപന്മാർ സന്തോഷത്തോടു കൂടി വ്രജത്തിലേക്ക് മടങ്ങി എന്നാണ്. ഭഗവാന്റെ പാദാർപ്പണം കൊണ്ട് നിർമ്മലനായപ്പോഴാണ് ഇപ്പൊ ശരിക്ക് സുദർശനനായത്. പേരുകൊണ്ട് സുദർശനനായിരുന്നു, ഉള്ളില് കൽമഷമുണ്ടായിരുന്നു. അതുകൊണ്ട് മുനിമാരെ പരിഹസിച്ചു. പരിഹാസം കേട്ട മുനിമാര് ശപിച്ചു പാമ്പാക്കി. ഇപ്പൊ ഭഗവാന്റെ പദാസ്പർശം കൊണ്ട് നൈർമല്യം വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ശരിക്കും സുദർശനനായി എന്ന് സ്തുതിച്ചുകൊണ്ടാണ് സുദർശനൻ തന്റെ വിദ്യാധിരാജ ലോകത്തിലേക്ക് പോയത്. സുദർശനം വെച്ചാല് നല്ല ദർശനത്തോടു കൂടിയവനാ. പ്രിയദർശനൻ എന്ന് പറയില്ലേ, നമ്മളെ അശോക ചക്രവർത്തി എല്ലാവരും പ്രിയദർശനൻ എന്നാ വിളിച്ചിരുന്നത്. കാണാൻ മനോഹരൻ എന്നർത്ഥം. പ്രിയമായ, അതുപോലെ കാണുന്നതിലൊക്കെ പ്രിയം കാണുന്നവൻ, രണ്ടർത്ഥത്തിലും പറയാം. സുദർശനൻ എല്ലാത്തിനെയും നന്നായി മാത്രം കാണുന്നവനാണ് സുദർശനൻ, നല്ല ദർശനത്തോടു കൂടിയവൻ. വേറൊരു അർത്ഥത്തിലെ സുന്ദരനായ രൂപമുള്ളവൻ. ഏതായാലും സുദർശനൻ, എങ്ങനെ വേണമെങ്കിൽ അർത്ഥം പറയാം. ഹേ സുദർശനധര പ്രഭോ അഹം സുദർശനാഖ്യ അസ്മി നനു ക്വചിത് മുനീൻ ഉപാഹസം തേ ഇമാമിഹ വാഹസംവ്യതു ഭവത് പദസമർപ്പണാത് അമലതാം ഗതഃ അസ്മി ഇതി അസൗ സ്തുവൻ നിജപദം യയോ ഗോപാഹാമുദ പ്രജപദം ഗതാഃ. സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനീൻ ക്വചിദുപാഹസം തയഃ മാം വ്യദുർവാഹസം ഭവത് പദസമർപ്പണാത് അമലതാം ഗതോസ്മീത്യസൗ സ്തുവൻ നിജപദം യയൗ പ്രജപദം ച ഗോപാമുദ. ഇനി അടുത്തത് പറയാണ്, ശംഖചൂഡവധത്തെ വർണ്ണിക്കുന്നു അടുത്തത്. കദാപി ഖലു സീരിന വിഹരതി സ്ത്വയി സ്ത്രീജനൈഃ ജഹാരദനദാനുഗഃ സകില സംഗഃ അതിദ്രുതമനിദ്രുതസ്തമദമുക്തനാരീജനം രുരോജിത ശിരോമണിം ഫലവൃദേ ച തസ്യാദദാഃ. കദാപി ഖലു സീരിന വിഹരതി ത്വയി സ്ത്രീജനൈഃ ജഹാര ധനദാനുഗഃ സഹ കില ശംഖചൂഡഃ അബലാഃ അതിദ്രുതം അനുദ്രുതഃ തം അധ മുക്തനാരീജനം രുരോജിത ശിരോമണിം ഹലഭൃദേ ച തസ്യ അദദാഃ. ഇതിൽ എന്തൊക്കെ പറഞ്ഞു നോക്കൂ. കദാപി ഒരിക്കല്, ഖലു കദാപി, ഖലു ചല്ലോ എന്നുള്ള അർത്ഥത്തില്, ത്വയി വിഹരതി അങ്ങ് വിഹരിക്കായിരുന്നു. ആരോടൊപ്പം? സ്ത്രീജനൈ, ഒറ്റയ്ക്കല്ല, സീരിന. സീരി എന്ന് പറഞ്ഞാൽ ബലരാമൻ. സീരിന സഹ സ്ത്രീജനൈഹി ത്വയി വിഹരതി സതി. ഇവിടെ ത്വയി വിഹരതി എന്നത് സതി സപ്തമി ആയിട്ടല്ല, അനാദര സപ്തമി എന്നൊരു സപ്തമി ഉണ്ട്. കാരണം ഷഷ്ടിയും അനാദര ഷഷ്ടി, അനാദര സപ്തമി എന്നൊരു പ്രയോഗം. അതെങ്ങനെയാന്ന് വെച്ചാല് കണ്ടോണ്ടിരിക്കുമ്പോഴേ വഹവയ്ക്കാതെ എന്ന് പറയുമ്പോ അനാദരവ് കാണിച്ചിട്ടാണ് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് അവിടെ അനാദര ഷഷ്ടി എന്ന് പറയാൻ, സപ്തമി എന്ന് പറയാൻ കാരണം. ഇവിടെ എന്ത് ചെയ്യുന്നു? സീരിയോടൊപ്പം സീരീന, സീരീ സീരിണോ സിരഹ, അതിന്റെ തൃതീയ. സീരിന സ്ത്രീജനൈഹി വിഹരതി, സ്ത്രീജനങ്ങളുമായി വിഹരിച്ചു കൊണ്ടിരിക്കെ അങ്ങേ വഹവച്ചില്ല. സഹ ധനദാനുക, ധനധൻ കുബേരൻ, ധനദ അനുഗൻ കുബേര അനുചരൻ, യക്ഷാനുചരനാണ്. കുബേരന്റെ ഒരു അനുചരനാണ്. കുബേരന്റെ അനുചരനായിട്ടുള്ള വൈശ്രവണ ഭൃത്യൻ. ആ ഭൃത്യൻ ആരാണ്? ശംഖചൂഡ. ശംഖചൂഡൻ എന്നാണ് പേര്. അയാൾ എന്ത് ചെയ്തു? അബലാഹ ജഹാരാകില, ഈ സ്ത്രീകളെയൊക്കെ തട്ടിക്കൊണ്ടേ. ഭഗവാൻ സ്ത്രീകളോടൊപ്പം ബലരാമനുമുണ്ട്, വിഹരിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ സമയത്താണ് ശംഖചൂഡൻ വന്നതും സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയിരുന്നു. തട്ടിക്കൊണ്ടുപോയ ഉടനെ തന്നെ കില എന്ന് പറഞ്ഞ തട്ടിക്കൊണ്ടുപോയി അത്രേ എന്നാണ് പറയുന്നത്. ആ സമയത്ത് അധത്വം,
അപ്പൊ അങ്ങ് ചെയ്തു, അതിദ്രുതം അതിവേഗത്തില് പാഞ്ഞടുത്തുകൊണ്ട് അനുദ്രുത പിന്തുടർന്നു, ഓടി ചെന്നു പിന്നില്. എന്നിട്ട് എന്ത് ചെയ്തു, മുക്ത നാരീജനം, ഭഗവാൻ വരുന്നത് കണ്ടപ്പോ പേടിച്ചിട്ട് നാരീജനങ്ങളെയൊക്കെ മോചിപ്പിച്ചു. മുക്ത നാരീജനാണ്. മുക്താഹ നാരീജനാഹ യേന തം, മോചിപ്പിക്കപ്പെട്ട സ്ത്രീകളോട് കൂടിയവൻ വേഗം സ്ത്രീകളെയൊക്കെ വിട്ടു, തന്റെ കാര്യം മാത്രം നോക്കാനായിട്ട് ഓടി. ഇപ്പോഴങ്ങനെയാണല്ലോ, തന്റെ കാര്യം രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചു ഓടിയപ്പോഴേ എന്ത് ചെയ്തു, തം രുരോജിത, അവനെ വധിച്ചു. രുരോജിത എന്നുള്ള വാക്കിന്, രുരോജേ എന്നുള്ള വാക്കിന് വധിക്കുക എന്നർത്ഥമുണ്ട്. അപ്പൊ രുരോജിത വധിച്ചു. ത്വം വധിച്ചിട്ട് എന്ത് ചെയ്തു, തസ്യ ശിരോമണി, അവന്റെ തലയിലുള്ള രത്നത്തിനെ, ഹലഭൃതേ, ഹലം ധരിച്ചുകൊണ്ട് നടക്കുന്ന സീരിക്ക്, സാക്ഷാൽ ബലരാമന് ചതുർത്ഥി വരണല്ലോ, ഹലഭൃതേ, ഹലഭൃത്, ഹലഭൃതൗ ഹലഭൃത, അതിന്റെ ചതുർത്ഥി, ഹലഭൃതേ അദദാഹ, കൊടുക്കുകയും ചെയ്തു. ആ ശംഖചൂടന്റെ തലയിലുണ്ടായ രത്നം എടുത്ത് ബലരാമന് കൊടുത്തു. എന്തൊക്കെയാണ് സംഭവം ഉണ്ടായത്? കഥാവി, ഒരിക്കൽ, ത്വയിഖലു, അങ്ങ്, എന്താണ് കഥാവികലു, എപ്പോഴോ ഒരിക്കൽ നടന്നു അത്രേ. എന്ത്? ത്വയി സീരിന സ്ത്രീജനൈ വിഹരതി, അങ്ങ് ബലരാനോടൊപ്പം സ്ത്രീജനങ്ങളുമായി വിഹരിച്ചു നടക്കുന്ന കാലത്തിൽ അങ്ങ് കണ്ടുകൊണ്ടിരിക്കെ തന്നെ സഹാദനദാനുഗ, ആ വൈശ്രവണന്റെ ഭൃത്യനായ ശംഖചൂടൻ അബലാഹാജഹാരാകില, സ്ത്രീകളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോയി അത്രേ. തട്ടിക്കൊണ്ടുപോയി അല്ലോ എന്നുള്ള അർത്ഥത്തിൽ, അത്രേ എന്ന അർത്ഥത്തിൽ. അതതം, അപ്പൊ അതിദ്രുതം, വേഗത്തിൽ തന്നെ, അനുദ്രുത, പിന്നിൽ ഓടിച്ചെന്ന്, മുക്ത നാരീജനം, സ്ത്രീകളെയൊക്കെ വിട്ടുനിന്നതായ തം, അവനെ, രുരോജിത, കൊന്നു. ചെയ്തു, തസ്യ ശിരോമണി, അവന്റെ തലയിലുള്ള രത്നത്തിനെ, ഹലഭൃതേ, ആ ബലരാമൻ ആയിക്കൊണ്ട്, അദദാഹ, ത്വം നൽകുകയും ചെയ്തു, നീ നൽകുകയും ചെയ്തു. ഇതാണ് കാര്യം. അതായത് ഒരിക്കല് ബലരാമനോടൊപ്പം ആ ഗോപസ്ത്രീകളുമായി ഉല്ലസിക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് അങ്ങൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയെ അനാദരിച്ചുകൊണ്ട്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ, ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങളാരാ എന്നുള്ള ഭാവത്തിൽ വന്ന് ശംഖചൂടൻ ഈ സ്ത്രീകളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോയ സമയത്ത് പിന്നിൽ ഓടിച്ചെന്ന ഭഗവാൻ ഓടി വരുന്നത് കണ്ടപ്പോഴേ അവൻ സ്ത്രീകളെ വിട്ടു. അങ്ങനെയുള്ള അവനെ കൊന്നിട്ട് അവന്റെ തലയിലുള്ള രത്നം എടുത്ത് ബലരാമന് കൊടുക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. ഇതിലെ 34-ാമത്തെ അധ്യായത്തിലെ 12 ശ്ലോകങ്ങളിൽ എഴുതിയതാണ്. 20 മുതൽ 32 അധ്യായം, 32 കൂടി ചേർന്ന്, അപ്പൊ അതാ 20-ാമത്തെ ശ്ലോകം തൊട്ട് 32 വരെയുള്ളതായ ആ 34-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതാണ് ശുദ്ധപദം. അതിനെ ഒരൊറ്റ ശ്ലോകത്തിൽ പറഞ്ഞു. കഥാപി ഖലു ത്വയി സീരിന സ്ത്രീജനൈർ വിഹരതി സഹ ധനദാനുഗഃ ശംഖചൂഡഃ അബലാഹാജഹാരാഖില അദത്വം അതിദ്രുതം അനുദ്രുതഃ മുക്തനാരീജനം തം രുരോജിധ തസ്യ ശിരോമണിം ഹലഭൃതേ അദദാഹ ച കദാപി ഖലു ത്വയി സീരിന സ്ത്രീജനൈഃ വിഹരതി. അത് സപ്തമി, അനാദര സപ്തമി, ആദരവില്ലാതെയാണ്. സഹാ ധനദാനുഗഃ ശംഖചൂഡഃ അബലാഹാജഹാരാഖില അദദം അതിദ്രുതം അനുദ്രുതഃ മുക്തനാരീജനം തം രുരോജിധ തസ്യ ശിരോമണിം ഹലഭൃതേ അദദാഹ ച കദാപി ഖലു സീരിന വിഹരതി ത്വയി സ്ത്രീജനൈഃ ജഹാരധനദാനുഗഃ സകില ശംഖചൂഡോ ബലാഃ അതിദ്രുതമനുദ്രുതഃ തമദമുക്തനാരീജനം രുരോജിത ശിരോമണിം ഹലഭൃതേ തദസ്യാദദാഹ. ഇതിങ്ങനെയും വായിക്കാട്ടോ. അതിദ്രുതമനുദ്രുതസ്തമദമുക്തനാരീജനം, അതാണ് വായിക്കേണ്ടത്. ഞാൻ പിരിച്ചുപോയി നോട്ടെ കേട്ടാ. അതിദ്രുതമനുദ്രുതസ്തമദമുക്തനാരീജനം രുരോജിത ശിരോമണിം ഹലഭൃതേ തദസ്യാദദാഹ. ഇത്രയുമായി അവസാനം എന്ത് ചെയ്തു? അവരൊക്കെ കഥയൊക്കെ കഴിഞ്ഞു. പിന്നെയും നമ്മൾ യുഗളഗീതം എന്ന് ഭാഗവതത്തിൽ ഒന്നുണ്ട് ഇല്ലേ? ഒരുത്തി പാടുമ്പോ വേറൊരുത്തി പാടും. യുഗളഗീതം എന്നാണ്. അവരെ ഭഗവാനെ കുറിച്ച് ഓരോ ചെയ്തികളും പറഞ്ഞ്, ഭഗവാന്റെ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് ഭഗവാനെ
പാടി തന്റെ പ്രശംസ മാത്രമല്ല അവിടെയുള്ളതായ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഭഗവാനെ ഇപ്പൊ നോക്കി നിൽക്കുന്നുണ്ടാവുമല്ലോ. അവിടുത്തെ ജലാശയങ്ങൾ ഭഗവാന്റെ കാലുകളിൽ കഴുകുന്നുണ്ടാവുമല്ലോ. പക്ഷികളൊക്കെ ഭഗവാനെ തന്നെ സ്പർശിച്ച് നിൽക്കുന്നുണ്ടാവുമല്ലോ. അവിടുത്തെ മൃഗങ്ങളൊക്കെ ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഭഗവത് ചിന്തയിൽ മുഴുകി പാടുന്ന പാട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് ഇവിടെ ഒരൊറ്റ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നോക്കാം. ദിനേഷു ച സുഹൃജ്ജനൈഃ സഹ വനേഷു ലീലാപരം മനോഭവ മനോഹരം രസിത വേണുനാദാമൃതം ഭവന്തമരീദൃശാം അമൃതപാരണാദായിനം വിചിന്യ കിമുനാലവൻ വിരഹതാപിതാ ഗോപികാഃ. ദിനേഷു ച സുഹൃജ്ജനൈഃ സഹ വനേഷു ലീലാപരം മനോഭവ മനോഹരം രസിത വേണുനാദാമൃതം ഭവന്തം അമരീദൃശാം അമൃതപാരണാദായിനം വിചിന്യ കിമു ന ആലപൻ വിരഹതാപിതാഃ ഗോപികാഃ എന്ന് പദം. വിരഹതാപിതാഃ ഗോപികാഃ, ഭഗവാന്റെ വിരഹം കൊണ്ട് ദുഃഖിക്കുന്ന ഗോപിക. വിരഹം ഇപ്പോ കാലത്ത് ഭഗവാൻ കൂട്ടവരോടൊത്ത് കാട്ടിലേക്ക് പോകും, അതാണ് അവർക്കുള്ള വിരഹം. വിരഹതാപിതാഃ ഗോപികാഃ എന്ത് ചെയ്തു? കിമുന ആലപൻ, എന്താ പറയാതിരുന്നത്, എന്തൊക്കെ പറഞ്ഞു എന്നറിയോ? വിചിന്യ, ആലോചിച്ച് പറയുമായിരുന്നു അത്രേ. എന്തൊക്കെയാണ്? ദിനേഷു പകൽ വേളകളിൽ, ദിനം എന്ന് പറഞ്ഞ പകല്, ദിനേഷു പകലുകളിൽ, സുഹൃജ്ജനൈ സഹ തന്റെ സുഹൃത്തുക്കളോടൊപ്പം, വനേഷു കാടുകളിൽ, ലീലാപരം കളിച്ചു നടക്കുന്നവൻ. എങ്ങനെയുള്ള ഭഗവാനാണ്? മനോഭവ മനോഹരം. മനോഭവൻ മന്മഥൻ, മന്മഥ സുന്ദരനാണ്. കാമദേവനെ പോലെ സുന്ദരനായ ഭഗവാൻ എന്നിവർ ചിന്തിക്കുകയാണ്. ഇപ്പോൾ കൂട്ടുകാരോടൊത്ത് വിളയാടിക്കൊണ്ടിരിക്കും ലീലാപരനാണ് എന്ന് ചിന്തിക്കുകയാണ്. രണ്ടാമത്തെ വരിയിൽ വിചാരിക്കുകയാണ് മനോഭവ മനോഹരം, കാമദേവനെ പോലെ സുന്ദരനാണ് എന്ന്. അടുത്തതായിരിക്കുന്ന രസിത വേണുനാദാമൃതം. രസിത വേണുനാദാമൃതം എന്ന് പറയാണ്. എന്ത് ചെയ്യും? അവൻ ഭഗവാൻ രസിപ്പിക്കുന്ന തരത്തിലുള്ള വേണുനാദാമൃതം, ആ വേണുനാദം, അമൃതമായ വേണുനാദം. അമരീദൃശാം, ദേവസ്ത്രീകളുടെ, അമരീ ദേവസ്ത്രീ, അമരീദൃശാം ദേവസ്ത്രീകളുടെ കണ്ണുകൾക്ക് അമൃതപാരണാദായിനം, അമൃതപാനം നൽകിക്കൊണ്ടിരിക്കുക. ആ ദേവസ്ത്രീകള് കണ്ണിമപ്പെട്ടാതെ, കണ്ണിമിക്കില്ലല്ലോ അവർക്ക്, ആ കണ്ണിമയ്ക്കാതെ ഭഗവാന്റെ സൗന്ദര്യത്തെ ഇങ്ങനെ പാനം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേന്ന് അവരോട് അസൂയ തോന്നി എത്രയോ ഗോപികമാർക്ക്. അപ്പൊ അമരീദൃശാം അമൃതപാരണാദായിനം, അവർക്ക് അമൃതമായിട്ട് പാനം ചെയ്യാൻ നിന്നു കൊടുക്കുന്ന ഭവന്തം അങ്ങയെ വിചിന്യ ചിന്തിച്ചു. ഇപ്പതാ കൃഷ്ണൻ കൂട്ടുകാരോടൊപ്പം കളിക്കുന്നുണ്ടാവും. ഇപ്പൊ പറ വ്യത്യയാ ഗുലിതപാദവഃ, ഇപ്പൊ കാലും പിണച്ചു വെച്ച് നിൽക്കും മന്മഥ സുന്ദരൻ. ചിന്ത. അടുത്തതോ എന്തു രസമായിട്ട് ഓടക്കുഴൽ ഓതുന്നുണ്ടാകും. അടുത്ത ചിന്ത. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ദേവതമാരുടെ ഒരു ഭാഗ്യം. അപ്പൊ അവരോട് ഒരു അസൂയ. ഇതൊക്കെ ഇവർക്കുണ്ടായിരുന്നു. ആർക്ക്? ഈ ഗോപികമാർക്ക്. അങ്ങനെ ഇവരെല്ലാവരും ചിന്തിച്ച് വിരഹതാപിതാഃ ഗോപികാഃ, വിരഹം കൊണ്ട് തപിച്ചു. ചതുർവിധാഹ, 4 തരത്തിലാണ് തപിച്ചത്. വിരഹം കൊണ്ട് തപിച്ച് കിമുന ആലപന്, എന്തെങ്കിലും ഒക്കെ പറഞ്ഞില്ലേ, എന്തൊക്കെയോ പറഞ്ഞ് ആലപൻ ലഭിച്ചു. ഇങ്ങനെ എന്തൊക്കെയോ എണ്ണിപ്പറക്കി പറയാൻ തുടങ്ങി എന്നർത്ഥം. അതായത് അവർ വിചാരിക്കാണ് ഭഗവാന്റെ കൂട്ടുകാരുടെ ഒരു ഭാഗ്യം കണ്ടില്ലേ, ഇപ്പൊ ഭഗവാൻ അവരുടെ കൂടെ കളിക്കുന്നുണ്ടല്ലോ എന്നാ. അടുത്തത് വിചാരിക്കാണ് ലോകോത്തരമായ ഭഗവത് സൗന്ദര്യം, അവിടത്തെ പശുക്കിടാങ്ങളും മൃഗങ്ങളും പക്ഷികളും ഒക്കെ നോക്കി കാണുന്നുണ്ടല്ലോ. എങ്ങനെയുള്ളത്? മന്മഥാകാരമാണ്. മനോഭവ മനോഹരം. മനോഭവൻ കാമദേവൻ, മനോഭവ മനോഹരം, കാമദേവനെ പോലെ മനോഹരമായ ഭഗവത് സ്വരൂപത്തെ ഇപ്പൊ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അടുത്തത് പറയണ അമരീദൃശാം, അല്ല രസിത വേണുനാദാമൃതം. ഭഗവാൻ അങ്ങടെ ഓടക്കുഴൽ ഓതുമ്പോ എന്താണ് ഞാൻ പറഞ്ഞത്? ലോകാനുന്മതയൻ, അല്ലെ? ജനങ്ങളെയൊക്കെ ഒരു മാതൃ വശത്തിലാക്കി തീർക്കുകയാണ് എല്ലാവരെയും. അവിടെയുള്ള ദൃശ്യതാമപി ദ്രാവണം, കല്ലുപോലും അലിഞ്ഞുരുകയാണ്. പശുക്കുട്ടികളെ വായിൽ വെച്ചിരിക്കുന്ന കബളം അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഭഗവാനെ നോക്കി നിൽക്കുകയാണ്. ഈ ഓടക്കുഴ കേട്ട് നിൽക്കുകയാണ്. അയവെട്ടിക്കൊണ്ടിരുന്ന മൃഗങ്ങള് അയവെട്ടാതെ ഭഗവാനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കുമാണ് യമുനാ നദി അങ്ങോട്ട് ഓടി വന്ന് കൈകളെ കൊണ്ട് ആലിംഗനം ചെയ്ത പോലെ തിരമാലകൾ
അടിച്ചടിച്ചു വരികയാണ്. ഇങ്ങനെ എല്ലാം ഇവർ മനസ്സിൽ കാണുക, മനക്കണ്ണിൽ കാണുകയാണ്. അതാണ് രസിത വേണുനാദാമൃതം. ആ മനോഹരമായ ഓടക്കുഴൽ നാദം ഇപ്പൊ ഒഴുക്കുന്നുണ്ടാവില്ലേ? അതൊക്കെ ആരൊക്കെ അനുഭവിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഭാഗ്യമല്ലേ. അമരീദൃശം, അതൊക്കെ പോട്ടെ, ദേവലോകത്തിലെ സ്ത്രീകൾ ആകാശത്തിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ടാവുമല്ലോ, അവർക്ക് അമൃതപാരണാദായിനം, അവർക്ക് അമൃതത്തെ പോലുള്ളതായ ഒരു കാഴ്ച, അതായത് അവരെ അമൃതപാനത്തെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അമൃതപാരണാദായിനം എന്ന് പറഞ്ഞത് അമൃതം കുടിക്കാൻ കൊടുത്ത പോലെ തന്റെ മുഖസൗന്ദര്യം, തന്റെ ഓടക്കുഴലിന്റെ നാദം, ഇതൊക്കെ കൊണ്ട് അമരി സ്ത്രീകളെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നുണ്ട്. അസൂയ തോന്നി ഈ ഗോപികമാർക്ക്. അങ്ങനെ വിചിന്യ, പലതും ചിന്തിച്ച് വിരഹതാപിതാഹ ഗോപികാഹ, വിരഹം കൊണ്ട് തപിച്ചതായ ആ ഗോപികമാര് കിമുന ആലപൻ, എന്തെല്ലാം പറഞ്ഞില്ല, എന്തെല്ലാം ചെയ്തില്ല എന്നർത്ഥം. എന്തൊക്കെയോ പറഞ്ഞ് വിലപിച്ചു അത്രേ. അതായത് ഈ വാസ്തവത്തില് ഗോപികായുഗള ഗീതത്തിനെ ഇവിടെ ഒരൊറ്റ പദ്യത്തിൽ സൂചിപ്പിച്ചു. ഗോപികായുഗള ഗീതം വളരെ മനോഹരമാണ് ഭാഗവതത്തില്, അല്ലെ? ആ വന്നു നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ നിശ്ചേഷ്ടമായിട്ട് നിന്നു, അല്ലെ? വൃക്ഷങ്ങളൊക്കെ ചലിക്കാൻ തുടങ്ങി, മറ്റുള്ളവയൊക്കെ നിശ്ചേഷ്ടായിട്ട് നിന്നു, ജീവനുള്ളവയൊക്കെ അനങ്ങാതെ നിന്നു, ജീവനില്ലാത്തവയൊക്കെ ചലിച്ചു തുടങ്ങി. ഇത് എന്തൊരു അതിശയം, എന്തൊരു അതിശയം എന്ന് പറഞ്ഞിട്ടാണ് യുഗളഗീതം, അല്ലെ? വൃക്ഷങ്ങളൊക്കെ ഇലകളെ കൊണ്ട് കൊമ്പാട്ടി രസിക്കുക അത്രേ. പശുക്കളൊക്കെ തിന്നുന്ന പുല്ല് പോലും വായിൽ വെച്ചുകൊണ്ട്, പാല് കുടിക്കുന്ന പശുക്കുട്ടികൾ പാലുകുടി നിർത്തിയിട്ട് അനങ്ങാതെ നിലകൊള്ളുക. ഇത് എന്തൊരു അതിശയം എന്ന് പറഞ്ഞ യുഗളഗീതത്തിൽ പാടും. ആ പാട്ടൊക്കെ കൂടെ സമീകരിച്ച് 4 തരത്തില് എന്നാ പറഞ്ഞത്. ചതുർവിധ വിഭവങ്ങളാണ് ഗോപസ്ത്രീകൾക്ക് പറഞ്ഞു കരയുവാനായിട്ട് ഒരുക്കിയത്. ഒന്ന് ലീലാപരം, മറ്റൊന്ന് മനോഭവ മനോഹരം, മറ്റേത് രസിതവേണു നാദാമൃതം, അമൃതപാരണാദായിനം എന്ന് 4 കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് അത്രേ ആ ഗോപ സ്ത്രീകൾ അങ്ങട് വിലപിച്ചു കരഞ്ഞത് എന്ന്. അവർക്ക് സഹിക്കാൻ പറ്റാത്തതായിരുന്നു ഭഗവാന്റെ വിരഹം. അതുകൊണ്ടാണ് ദിനേഷു ച സുഹൃജ്ജനൈഹി സഹ വനേഷു ലീലാപരം മനോഭവ മനോഹരം രസിതവേണുനാദാമൃതം അമരീദൃശാം അമൃതപാരണാദായിനം ഭവന്തം വിചിന്യ വിരഹതാപിതാഹ ഗോപികാഹ കിമു ന ആലപൻ. ഒരിക്കൽ, അതായത് പകൽ മുഴുവൻ കൂട്ടുകാരോടൊത്ത് കളിയാടുന്ന കാമസുന്ദരൻ, ഓടക്കുഴലിൽ നിന്നും മധുരമായ നാദമുതിർത്തുന്നവൻ, ദേവസ്ത്രീകൾക്ക് കണ്ണുകൾക്ക് അമൃതപാനത്തെ നൽകുന്നവൻ, അങ്ങനെയുള്ളതായ ഹേ ഗുരുവായൂരപ്പ, അങ്ങയെ ഓർത്തോർത്ത് ആ ഗോപവനിതമാർ എന്തെല്ലാമാണ് ചിന്തിച്ചു കൂട്ടാത്തത്, അല്ലെ എന്തെല്ലാമാണ് പറയാത്തത് എന്ന്. ദിനേഷു ച സുഹൃജ്ജനൈഹി സഹ വനേഷു ലീലാപരം മനോഭവ മനോഹരം രസിതവേണുനാദാമൃതം അമരീദൃശാം അമൃതപാരണാദായിനം ഭവന്തം വിചിന്യ വിരഹതാപിതാഹ ഗോപികാഹ കിമു ന ആലപൻ. ദിനേഷു ച സുഹൃജ്ജനൈഹി സഹ വനേഷു ലീലാപരം മനോഭവ മനോഹരം രസിതവേണുനാദാമൃതം ഭവന്തമരീദൃശാം അമൃതപാരണാദായിനം വിചിന്യ കിമുനാലപൻ വിരഹതാപിതാ ഗോപികാഹ. ഓക്കെ, അടുത്തത് വേറെ വൃത്തം വേറെയാണ്, അത് വേറെയാണ് കാര്യം. അതായത് ഇവിടെ നമുക്ക് വത്സാസുരനെ കൊല്ലണം, അതുപോലെ തന്നെ ഋഷഭരൂപിയായിട്ടുള്ളവനെ കൊല്ലണം. അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് വിസ്തരിച്ചിട്ടുള്ള വർണ്ണനയാണ്. അപ്പൊ നമ്മൾ ശംഖചൂഢപദവും കണ്ടു, ഇവരുടെ യുഗളഗീതത്തിന്റെ ഒരു ശ്ലോകവും കണ്ടു, അതുപോലെ തന്നെ ആദ്യമായിട്ടുള്ള സുദർശനം കൊടുത്ത ശാപമോക്ഷത്തിനെയും കണ്ടു. ഇനിയുള്ളതായ അരിഷ്ടൻ എന്ന അസുരൻ കാളയുടെ രൂപത്തിൽ വന്നു. അങ്ങനെയുള്ള അരിഷ്ടനെ കൊല്ലണം. കാളയുടെ രൂപത്തിൽ അരിഷ്ടൻ എന്ന അസുരൻ ഗോകുലത്തിലേക്ക് വരികയാണ്. അവൻ ദുഷ്ടക്കാളയാ, നിസ്സാരക്കാരനല്ല. എന്താണ്? ആ കുളമ്പൊടി ഭൂമിയെ അങ്ങോട്ട് പിളർത്തുന്ന മാതിരിയാണ് അത്ര വന്നത്. അത്രയും ദുഷ്ടൻ. കാല് കുളമ്പ് വെക്കുമ്പോഴും ഭൂമി അങ്ങോട്ട് പിളർന്നു പോകുമായിരുന്നു. കണ്ണൊക്കെ അങ്ങോട്ട് തുറപ്പിച്ച് ആകാശമുട്ടയുള്ള ശരീരത്തിൽ മുക്കറയിട്ടുകൊണ്ടാണ് അത്രേ അരിഷ്ടന്റെ വരവ്. ആ വരുന്ന സമയത്ത് പറന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് ഭാഗവതത്തിൽ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിച്ചു, ഇടയ്ക്കിടയ്ക്ക് ചാണകം ഇട്ടു. എന്നിട്ടാണ് വരവ്. അവന്റെ ആഘാതത്തിൽ
പശുക്കളും ഗോപികമാരും ഒക്കെ പേടിച്ച് വിറച്ചു പോയി. അവരെയൊക്കെ കൊണ്ട് ഓടിപ്പിക്കുകയാണ്. അങ്ങനെ അരിഷ്ടൻ വന്ന് അടുത്തതോടുകൂടി ഗോപന്മാരെല്ലാവരും കൂടെ പാഹി പാഹി എന്ന് പറഞ്ഞ കൃഷ്ണന്റെ കാലിൽ തന്നെ വന്നു വീണു. വേറെ ആരും ഇല്ലല്ലോ അവർക്ക് രക്ഷിക്കാൻ. അപ്പൊ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാല്, അരിഷ്ടന് ഒരു ഗുണമുണ്ട്. അരിഷ്ടന്റെ പറയുമ്പോ പറയാം, അരിഷ്ടനെ പേടിക്കണ്ട എന്ന് പറഞ്ഞ എല്ലാവരോടും കൃഷ്ണൻ. എന്നിട്ട് അരിഷ്ടനെ കൈ കാട്ടി അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പൊ അരിഷ്ടൻ അടുത്തേക്ക് വന്നത് കാളയുടെ വേഷത്തിലാണല്ലോ അല്ലെ. നിന്നെ നേരിടാൻ ഞാനാണ്, ഇനി എന്തിനാ ഇവരൊക്കെ ഉറപ്പിക്കുന്നത്, അങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് തന്റെ അടുത്തേക്ക് വിളിച്ചു. അരിഷ്ടൻ എന്ത് ചെയ്തു, ഭൂമിയെ അങ്ങോട്ട് മാന്തി പൊളിച്ചുകൊണ്ടാണ്, വാൽത്തുമ്പിൽ മേഘങ്ങളെ വരെ ചുഴറ്റിക്കൊണ്ടാണ് അത്രേ കൃഷ്ണന്റെ നേർക്ക് ഏറി വന്നത് എന്നാണ് ഭാഗവതം. അങ്ങനെ ഏറി വന്ന സമയത്ത് കൃഷ്ണൻ എന്ത് ചെയ്തു, കൊമ്പില് കടന്ന് പിടിച്ച് തള്ളി 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 പിന്നാക്കം കൊണ്ടു. ആ തള്ളി പിന്നാക്കം കൊണ്ടുപോയിട്ട് വേഗം എന്ത് ചെയ്തു, കാലിൽ അങ്ങോട്ട് പിടിച്ച് മലർത്തി അടിച്ചു വീഴ്ത്തി. എന്നിട്ട് എന്ത് ചെയ്തു, ഈറൻ തുണി എങ്ങനെ ചുരുട്ടി പിഴിയുമോ അതുപോലെ ചുരുട്ടി പിഴിഞ്ഞു. ആരെ? ഈ കാളയെ. അങ്ങനെ കാളയെ അവസാനിപ്പിച്ചു എന്നുള്ളതായ ഭാഗം. കാളയും ചോര തുപ്പി മലമൂത്ര വിസർജനം ചെയ്ത സെണ്ടം വിസർജൻ എന്നാണ് ഭാഗവതം. ആകെ അങ്ങടെ അവസാനായ സ്ഥിതിയിലാണ് കാള മരിച്ചു വീണത്. അതിവിടെ ആലങ്കാരികമായ രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ഭട്ടതിരിപ്പാട് വർണ്ണിച്ചിട്ടുള്ളത്. ഇതിലെ വൃത്തം സ്വാഗത എന്നാണ് വൃത്തം. നോക്കിക്കോളാട്ടോ. അരിഷ്ടന് ചില വ്യാഖ്യാതാക്കൾ എഴുതിയപ്പോ പറഞ്ഞു, അരിഷ്ടന് മരണമില്ലത്ര. മരണമില്ല വരം വാങ്ങി വന്നവനാണ് ഈ അരിഷ്ടൻ. അപ്പൊ ആ അരിഷ്ടനെ ഭഗവാനോട് അടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി കാളയുടെ രൂപത്തിൽ വന്നു എന്നാണ്. ഭഗവാന്റെ അടുത്തേക്ക് വരാൻ, ഗോപന്റെ അടുത്തേക്ക് വരാൻ കാളയോ പശുവോ ആണെങ്കിൽ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനിൽ ലയിച്ചു ചേരാൻ തൽപരനായിട്ട് തന്നെയാണ് അത്രേ വന്നത് എന്ന് നോക്കിക്കൊള്ളാട്ടോ. ഭോജരാജമൃതകസ്ത്വദകശ്ചിത് കഷ്ടദുഷ്ടപഥ ദൃഷ്ടിരരിഷ്ടഃ നിഷ്ഠുരാകൃതിരഭീഷ്ടനിനാദഃ തിഷ്ഠതേ സ്മ ഭവതേ വൃഷരൂപീ. അതിൽ പറയണ ഭോജരാജമൃതകഃ അധ തു അധ കശ്ചിത് കഷ്ടദുഷ്ടപഥ ദൃഷ്ടിഃ അരിഷ്ടഃ നിഷ്ഠുരാകൃതിഃ അപഷ്ട്വനിനാദഃ തിഷ്ഠതേ സ്മ ഭവതേ വൃഷരൂപി. ഇതൊക്കെയാണ് പദങ്ങൾ. അതിൽ എന്താ പറഞ്ഞത്? അത ഭോജരാജമൃതക, ഭോജരാജാവിന്റെ ഒരു ഭൃത്യൻ. ഭോജരാജമൃതക, ഭൃതകൻ ഭൃത്യൻ. ഭോജരാജമൃതക അവനാരാണ്? അധ അനന്തരം തൂ എന്ന് പറഞ്ഞു. ആകട്ടെ എന്താണ്? കഷ്ടദൃഷ്ടപഥ ദൃഷ്ടി, കഷ്ടമായിട്ടുള്ള ദുഷ്ടപഥത്തിലാണ് ദൃഷ്ടി. അതായത് ഹിംസാത്മകമായിട്ടുള്ള ദുഷ്ടമാർഗത്തിലാണ് അവന്റെ കാഴ്ചപ്പാട് മുഴുവൻ. എല്ലാവരും ഉപദ്രവിക്കുക, കൊല്ലുക, അടിക്കുക, ചവിട്ടുക, ഇതൊക്കെയാണ് അവന്റെ പണി. അതുകൊണ്ടാണ് പറഞ്ഞത് കഷ്ടദുഷ്ടപഥ ദൃഷ്ടി, കഷ്ടമായ ദുഷ്ടമാർഗത്തിൽ ദൃഷ്ടിയുള്ളവൻ. അവന് ഇഷ്ടം അതൊക്കെയാണ്. അങ്ങനെയുള്ള ആരാണവൻ? അരിഷ്ട. അവന്റെ പേര് അരിഷ്ടം എന്നാണ്. അരിഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ അർത്ഥം? അരിഷ്ടം എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ എന്ന് പറയില്ലേ. കഷ്ടദുഷ്ടബുദ്ധിക്ക് എന്താ വരിക? എപ്പോഴും ദുഃഖമല്ലേ വരുള്ളൂ. അതുകൊണ്ട് കാര്യം ചെയ്യുന്നത് ക്രൂരപ്രവൃത്തി ചെയ്തു എന്ന് അവന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിലും അതിനു വേണ്ടി അവൻ എത്രത്തോളം പാടുപെടും, അവന് അനുഭവം കഷ്ടമാണ്. അതുകൊണ്ട് അരിഷ്ടം തന്നെയാണ് അവൻ. അങ്ങനെയുള്ള അരിഷ്ട അവൻ എന്ത് ചെയ്തു? ഇവിടെ നിഷ്ഠുരാകൃതി. എങ്ങനെയാ വന്നത്? നിഷ്ഠുരമായ ആകൃതി, കഠോര പ്രകൃതി, കാണുമ്പോ തന്നെ ക്രൂരനാണെന്ന് വിളിച്ചറിയിക്കുന്ന പ്രകൃതി. അങ്ങനെ നിഷ്ഠുരാകൃതി, നിഷ്ഠുരമായ ആകൃതിയോട് കൂടിയവനായിട്ട് അപഷ്ടുനിനാദ. എങ്ങനെയാണ്? അപഷ്ടുനിനാദമാണ്, മുക്കുറയടിക്കും. കാള മുക്രകുത്തും എന്ന് പറയില്ലേ, ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് കൊമ്പോണ്ട് അങ്ങോട്ട് കുത്തിക്കൊണ്ടാണ് വരിക. അതാണ് കാളയുടെ മുക്കുറയുടെ. അങ്ങനെയുള്ള അപഷ്ടുനിനാദനായിട്ട് മുക്കുറ കുത്തിക്കൊണ്ട് എന്തു ചെയ്തു? വൃഷരൂപി. വൃഷം എന്ന് പറഞ്ഞാൽ കാള എന്നൊരർത്ഥം. ഇനി അടുത്തതിൽ അർത്ഥം പറയുമ്പോ പറയാം. വൃഷം എന്ന് പറഞ്ഞാൽ കാളയാണ്. ആ കാളയെ നമ്മള്
ബഹുമാന സൂചകമായിട്ട് രാജാക്കന്മാരെയും ബഹുമാനക്കാരെയും വർണ്ണിക്കുമ്പോ നമ്മൾ അവര് വൃഷനാണെന്ന് പറയും, വെച്ചാൽ സാമർഥ്യമുള്ളവനാണെന്ന് പറയാം. ഏതായാലും വൃഷരൂപിയാണ്, ഒരു കാളയുടെ രൂപത്തിൽ ഭവതേ തിഷ്ഠതേ സ്മ, അങ്ങയെ കാണണം എന്ന് വെച്ചിട്ട്, അങ്ങ് കാണാൻ വേണ്ടിട്ട് ഭവതേ അങ്ങക്ക് കാണിക്കാനായിട്ട് തിഷ്ഠതേ സ്മ, ഞാൻ വന്നിണ്ട് എന്ന് അറിയിക്കാൻ നിന്നു. ഞാൻ പറഞ്ഞില്ലേ മരണമില്ലാത്തവനാണ് അരിഷ്ടൻ. ആ അരിഷ്ടൻ ഭഗവത് പദത്തിൽ എത്താനുള്ള ഒരു വഴി കണ്ടുപിടിച്ചതാണ്. അങ്ങനെയാണ് അവിടെ വന്നത്. വന്നവൻ താൻ വന്നിട്ടുണ്ട് എന്ന് അറിയിച്ചു. എങ്ങനെയൊക്കെ അറിയിച്ചു? ക്രൂര പ്രവൃത്തികളെ കൊണ്ടും നിഷ്ഠുരമായ ആകൃതികളെ കൊണ്ടും തന്റെ മുക്രയിടലിനെ കൊണ്ടും ഭവതേ അങ്ങക്കായിക്കൊണ്ട് തിഷ്ഠതേ സ്മ അങ്ങ് കാണണം എന്ന് വിചാരിച്ച് നിന്നു കൊടുത്തു എന്ന്. ഭഗവാന്റെ ദൃഷ്ടി തന്നിൽ പതിക്കാൻ തക്കവണ്ണം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അവിടെ വന്ന് നിന്നു. അതാണ് പ്രത്യേകത. അരിഷ്ടൻ എന്താണ്? ഗോപാലകനാണ് ഭഗവാൻ. ഗോക്കളെ രക്ഷിക്കാനാണ് ഗോപാലന്റെ ജനനം. അതുകൊണ്ടാണ് ഗോവിന്ദൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. അങ്ങനെയുള്ളതായ ആ ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ ഭഗവാനോട് അടുക്കാൻ എന്താ വഴി എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അത്രേ ഈ അരിഷ്ടൻ. അതുകൊണ്ട് വൃഷരൂപിയായിട്ട് വന്നു. കാളയുടെ രൂപത്തിൽ വന്നാൽ ഭഗവാന്റെ അടുത്ത് കൂടാം എന്നങ്ങോട്ട് തീരുമാനിച്ചിട്ടാണ് വന്നത്. എന്നിട്ട് ഭവതേ തിഷ്ഠത സ്മ, അതായത് വ്യക്തമായിട്ട് തിഷ്ഠതേ എന്ന ആത്മനേപദമായിട്ട് പറഞ്ഞു. ആ അർത്ഥത്തിൽ പറയാണ്, ഈ എന്താണ് തന്റെ യോഗ്യതകളൊക്കെ ആ ഗോപാലൻ കണ്ടോട്ടെ എന്നുള്ള മാതിരി, ഞാൻ നിസ്സാരക്കാരനല്ല, വലിയ പൂഞ്ഞുള്ളവനാ. അതുകൊണ്ട് അത് മേഘത്തെ വരെ തൊടുമായിരുന്നു അത്രയും വലിയ പൂഞ്ഞ്. അതുപോലെ തന്നെ ആ കാലുകളൊക്കെ അങ്ങോട്ട് വെക്കുമ്പോ ഭൂമിയിൽ ആ കോളമ്പോണ്ട് അടിക്കുമ്പോ ഭൂമി അങ്ങോട്ട് പിളർന്നു പോകും. മുക്കുറ കേട്ട് നാട്ടുകാരൊക്കെ കിടുങ്ങും. ആ ലെവലിലാണത്രേ അങ്ങനെയൊക്കെ ആളല്ലേ കുട്ടികൾ സ്വതവേ തന്നിലേക്ക് അധ്യാപകന്റെ ശ്രദ്ധ പതിയണമെങ്കിൽ എന്താ ചെയ്യാ? ബെഞ്ചിലിട്ട് കൊട്ടും, എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കും. അപ്പൊ ടീച്ചർ തന്നെ നോക്കൂല്ലോ. കുട്ടികൾക്ക് അത് ഇഷ്ടമാണ്. അവര് ചെയ്യുന്നത് അക്രമമാണെന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് പടപടയ്ക്കും. ശരിക്കും വാസ്തവത്തിൽ അവരെന്താണ്? തന്നിലേക്ക് ആ ടീച്ചറുടെ ആകർഷണം വരാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ടീച്ചർ ചൈൽഡ് സെന്റേർഡ് ആണ്. കുട്ടികൾക്കൊക്കെ തന്നെ നോക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ തന്നിലേക്ക് അധ്യാപകന്റെ ദൃഷ്ടി പതിക്കണമെങ്കിൽ ഇവിടെ കുറച്ച് കോമാളിയൊക്കെ കാണിക്കും. അതുപോലെ ഇവിടെ ഈ കാളരൂപത്തിൽ വന്നതായ അരിഷ്ടൻ ഭഗവാൻ തന്നെ കാണണം എന്നുള്ള മട്ടിലാണത്രേ കണ്ണൊക്കെ തുറപ്പിച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വലിയ രൂപത്തിലവിടെ വന്ന് നിന്നത്. ഭവതേ തിഷ്ഠതേ സ്മ, അങ്ങക്ക് വേണ്ടിയാ അവിടെ നിന്നതെന്ന്. അങ്ങയുടെ ദൃഷ്ടി പതിക്കാൻ എന്ന് ഗുരുവായൂരപ്പനോട് നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നു. അഥ ഭോജരാജഭൃതകഃ, അർത്ഥം മനസ്സിലായി? ഭോജരാജൻ കംസൻ, ഭോജരാജഭൃതകഃ കംസന്റെ ഭൃത്യനാണ്. അഥ കശ്ചിത് അനന്തരം ഒരിക്കൽ, കശ്ചിത് എന്ന് പറഞ്ഞ ഏതോരുത്തൻ, അവനാരാണ്? കഷ്ട ദുഷ്ടപഥ ദൃഷ്ടി, ദുഷ്ടമാർഗത്തിലാണ് അവന്റെ കാഴ്ചപ്പാട് മുഴുവൻ. ദുഷ്ടത്തരം ചെയ്യാനാണ് അവൻ ഏറ്റവും ഇഷ്ടം. അങ്ങനെയുള്ളവൻ അരിഷ്ട, അവന്റെ പേര് അരിഷ്ടൻ എന്നായിരുന്നു. നിഷ്ഠുരാകൃതി, ക്രൂരമായ ആകൃതി ധരിച്ച് അപഷ്ടുനിനാദ, മുക്കറ ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വൃഷരൂപി, കാളയുടെ രൂപത്തിൽ ഭവതേ അങ്ങക്ക് കാണാൻ പാകത്തില് തിഷ്ഠതേ സ്മ നിന്നു. പിന്നെ ഭഗവാന്റെ ദൃഷ്ടി തന്നിൽ പതിക്കണം. അതിനുള്ള കാട്ടായൊക്കെ കാട്ടിക്കൊണ്ട് അവിടെ നിന്നു അത്ര. ആര്? കാളയുടെ രൂപത്തിൽ, കാളരൂപം എടുത്തുകൊണ്ടാണ് അരിഷ്ടം വന്നത്. കാളരൂപമാണെങ്കിൽ ഭഗവാൻ ശ്രദ്ധിക്കും. എക്സ്ട്രാ കാളയെ കാണുമ്പോ ഒന്ന് നോക്കൂലോ. അതിനുവേണ്ടി എക്സ്ട്രാ സ്വഭാവങ്ങളോട് കൂടിയിട്ടാണ് അവിടെ നിന്നത്. സാധാരണ ആ ഭഗവാന്റെ കൂടെയുള്ള ആ ഗോക്കളിൽ നിന്നും വ്യത്യസ്ത രൂപത്തെ കൊണ്ടുകൊണ്ട് അവിടെ നിന്നു എന്നർത്ഥം. എന്തൊക്കെയാണ് നോക്കൂ. അധ ഭോജരാജഭൃതകഃ കഷ്ടദുഷ്ടപഥ ദൃഷ്ടി നിഷ്ഠുരാകൃതി അരിഷ്ടഃ കശ്ചിത് തു വൃഷരൂപി അപഷ്ടുനിനാദഃ ഭവതേ തിഷ്ഠതേ സ്മ. തിഷ്ഠതേ എന്ന് ശരിക്ക് പ്രയോഗമില്ല, തിഷ്ഠതി എന്നാണ് ഉള്ളത്. ഇവിടെ അതിനെ ആത്മനേപദമായിട്ട് പ്രയോഗിച്ചുകൊണ്ട് പറയാണ്. തിഷ്ഠതേ എന്ന ആത്മനേപദം അവിടെ എന്താണെന്ന് വെച്ചാല് ശ്ലാഘിക്കണം, താൻ അറിയപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുമ്പോൾ ഇതിനെ തിഷ്ഠതേ എന്ന് പറയും. ഇവിടെ
ഭവതേ തിഷ്ഠതേ സ്മ, അങ്ങയുടെ ദൃഷ്ടി തന്നിൽ പതിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നിപ്പാണ് ഈ അരിഷ്ടൻ. അതുകൊണ്ട് അരിഷ്ടൻ അങ്ങനെ കാളയുടെ രൂപത്തില് മുക്കറയിട്ടുകൊണ്ട് ഭീകരാകൃതി രൂപം കൊണ്ട് നിഷ്ഠുരനെ പോലെ അങ്ങ് കാണെ അങ്ങയുടെ ദൃഷ്ടി പതിയാൻ തക്കവണ്ണം തിഷ്ഠതേ സ്മ നിന്നു. അങ്ങയാൽ ശ്ലാഘിക്കപ്പെടണം, അങ്ങയാൽ തിരിച്ചറിയപ്പെടണം, അതിനുള്ള ദൃഷ്ടിയില് അവിടെ നിന്നു എന്നർത്ഥം. ഭോജരാജവൃതകസ്ത്വതകശ്ചിത് കഷ്ടദുഷ്ടപഥ ദൃഷ്ടിരരിഷ്ടഃ നിഷ്ഠുരാകൃതിരപഷ്ടു നിനാദഃ തിഷ്ഠതേ സ്മ ഭവതേ വൃഷരൂപീ. അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ്. വൃഷഭാസുരൻ ഭഗവാൻ എവിടെയാന്ന് അന്വേഷിച്ചുകൊണ്ട് വരികയാണ്. ഭഗവാൻ കാണിച്ചിലാണ് നിപ്പ്. പക്ഷെ ഈ ഗോപന്മാരുടെ ഇടയിൽ ഭഗവാൻ ആരാണെന്ന് അറിയണല്ലോ. അപ്പൊ ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് വരികയാണ് അത്ര. ഇത് നോക്കിക്കൊള്ളട്ടോ. ശാക്വരോധ ജഗതീ ധൃതിഹാരി മൂർത്തിമേഷ ബൃഹതിം പ്രദധാനഃ പങ്ക്തിമാശു പരിഘൂർണ്യ പശൂനാം ഛന്ദസാം നിധിമവാഭവന്തം. ശാക്വരഃ അഥ ജഗതീ ധൃതിഹാരി മൂർത്തിം ഏഷഃ ബൃഹതീം പ്രദധാനഃ പങ്ക്തിം ആശു പരിഘൂർണ്യ പശൂനാം ഛന്ദസാം നിധിം അവാപ ഭവന്തം. ഇവിടെ ഒരു വ്യാകരണ പണ്ഡിതനാണ് നമ്മളുടെ നാരായണ ഭട്ടതിരി. അദ്ദേഹം തന്റെ വ്യാകരണ പാണ്ഡിത്യത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് പറയാണ്, ഛന്ദസ് എന്നുള്ളതിന് വേദം എന്നൊരർത്ഥം. ഛന്ദസ് എന്ന് പറഞ്ഞാൽ കവിതകളിലും മറ്റും എഴുതുന്ന വൃത്തം. നമ്മളിപ്പോ വൃത്തം എന്ന് പറയണില്ലേ, സ്വാഗത എന്നൊരു വൃത്തം എന്ന് പറഞ്ഞില്ലേ. ഈ വൃത്തത്തിനെ എങ്ങനെ പിരിച്ചിരിക്കുന്ന വെച്ചാൽ ഓരോന്നിന്റെ ഡിപ്പെൻഡ് ആയിട്ട് പല വൃത്തങ്ങളാ. അതില് നമുക്ക് എല്ലാവർക്കും അറിയാം ഗായത്രി ഛന്ദസ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഉഷ്ണിക് എന്നൊരു ഛന്ദസ് നമ്മൾ കേട്ടിട്ടുണ്ട്, ബൃഹതി എന്നൊരു ഛന്ദസ് ഉണ്ട്, പങ്ക്തി എന്നൊരു ഛന്ദസ് ഉണ്ട്, ശക്വരി എന്നൊരു ഛന്ദസ് ഉണ്ട്. ഈ ഛന്ദസ്സുകളൊക്കെ ഉണ്ട്. അപ്പോ ഇവിടെ ആ കാള ചെയ്തതൊക്കെ ഛന്ദസിന്റെ പേരിലാക്കി എടുത്തു. ഛന്ദസ് അല്ല അവിടെ, ഛന്ദസിന്റെ പേരിൽ എടുത്തിട്ട് അവസാനം പറഞ്ഞു ഛന്ദസാം നിധിം ത്വാമവാപാം, ഛന്ദസ്സുകളുടെ നിധിയായ അങ്ങയിൽ ലയിച്ചു എന്ന് പറയാൻ വേണ്ടി പറയാ. നോക്കിക്കൊള്ളാട്ടോ. ശാക്വരൻ എന്നുള്ള വാക്കിനർത്ഥം കാള. ശാക്വരഃ അഥ ജഗതി ധൃതിഹാരി. ജഗതി ലോകം, ധൃതി ധൈര്യം, ഹാരി അപഹരിക്കുന്നത്. ലോകത്തിലുള്ളവരുടെ ധൈര്യത്തിനെ മുഴുവൻ ചോർത്തുന്ന തരത്തിൽ അവനെ കാണുമ്പോ കിട്ടുകിട്ടാന്ന് വിറക്കുകയാണ് ജനങ്ങൾ. അവരുടെ ധൈര്യം മുഴുവൻ അപഹരിക്കുന്ന രീതിയില്. അടുത്തത് എന്താ? ഏഷ ശാക്വരഃ, ഈ ശാക്വരൻ കാള. ബൃഹതീം, ബൃഹതി എന്നൊരു ഛന്ദസ്സുണ്ട്. പക്ഷെ ഇവിടെ ബൃഹതി എന്ന് പറഞ്ഞാൽ വലുത്ത്. കാരണം ബൃഹത് എന്ന് പറയാറില്ലേ, വലുപ്പമുള്ളത്. അതിവിടെ മൂർത്തി സ്ത്രീലിംഗ ആയതുകൊണ്ട് ബൃഹതീ എന്നെടുത്തു. ബൃഹതീൻ മൂർത്തി, വലിയ ആകാരം. ഞാൻ പറഞ്ഞില്ലേ, പൂഞ്ഞ, ആ കാളയുടെ പൂഞ്ഞ മേഘത്തിനെ തൊടുമത്രേ. അത്രയും വലുപ്പം, അത്രയും വലിയ ശരീരത്തോടു കൂടിയവനായി. പ്രദധാനഃ, ദധാനം ധരിക്കുന്നവൻ. പ്രകൃഷ്ടേന ദധാന, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് വന്നത്. പിന്നെ എന്ത് ചെയ്തു? പശൂനാം, അവിടെ കുറെ പശുക്കുട്ടികളും പശുക്കളും ഒക്കെ ഉണ്ട്, കാളകളൊക്കെ ഉണ്ട്. പങ്ക്തി, പങ്ക്തി എന്ന് വെച്ചാൽ വാക്കിനർത്ഥം നിര, ലൈൻ. ലൈൻ ലൈൻ ലൈനായിട്ട് പശുക്കളുണ്ട് അവിടെ അല്ലെ. ഭഗവാനെ ചുറ്റും പശുക്കളുണ്ടല്ലോ. അവരെ മുഴുവൻ ആശു പരിഘൂർണ്യ, വേഗത്തിൽ ഞങ്ങൾ ഓടിക്കുക. ഇവന്റെ ഈ ശബ്ദമൊക്കെ കേൾക്കുമ്പോ പശുക്കൾ പമ്പ പയ്യാണ്, ഓടിക്കണം. എന്നിട്ട് ഛന്ദസാന്നിധിം, ഇവിടെ ഛന്ദസ് എന്നുള്ള അർത്ഥം വേദം എന്നർത്ഥം. ഛന്ദസാന്നിധിം, വേദത്തിന് തന്നെ അടിസ്ഥാനമായ, വേദനിധിയായ, വേദത്തിന് ആധാരമായ ഭവന്തം, അങ്ങയെ അവാപ പ്രാപിച്ചു. അപ്പൊ ചുരുക്കത്തില് എങ്ങനെയാ വന്നത്? ലോകത്തിന്റെ ധൈര്യത്തിനെ പറപ്പിച്ചുകൊണ്ട് ദുഷ്ടക്കാളയുടെ രൂപത്തിൽ, വലിയ രൂപത്തെ പൂണ്ടവനായിട്ട് പശുക്കളുടെ നിരയെ വേഗത്തിൽ ഓടിപ്പിച്ച് വേദമൂർത്തിയായ അങ്ങയിൽ ലയിച്ചു ചേർന്നു, അങ്ങയെ പ്രാപിക്കാനായിട്ട് വന്നു, അങ്ങയുടെ നേർക്കടുത്തു എന്നർത്ഥം. ഇത് വാക്കുകൾക്കർത്ഥം.
ഇവിടെ പാണിനി തന്റെ പാണിനി തന്നെ വരുന്നു. ഇത് നാരായണ ഭട്ടതിരി തന്റെ ആ സാമർഥ്യമായിട്ടുള്ള വ്യാകരണ അറിവിനെ പ്രകടിപ്പിക്കുകയാണ്. എങ്ങനെയാണ് വന്നത്? ജഗതിയായിട്ട് വന്നു. ജഗതി എന്നുള്ള വൃത്തമുണ്ട്, വൃത്തമല്ല ഛന്ദസ്. അപ്പൊ ജഗതി ധൃതിഹാരി എന്നാണ്. ജഗതി എന്നുള്ളതിനെ ധരിച്ചുകൊണ്ടാ വന്നത്. പിന്നെ എന്തു വന്നു? ജഗതി എന്നൊന്ന്, ധൃതി എന്ന് പറഞ്ഞ രണ്ടെണ്ണം. ജഗതി എന്നൊന്നുണ്ട്, ധൃതി അതിധൃതി എന്ന് രണ്ടു തരമുണ്ട് ഛന്ദസ്. ജഗതി വൃത്തത്തിനെയും പറഞ്ഞു, ധൃതിയെയും പറഞ്ഞു. അതിനെ പോലും അപഹരിക്കുന്ന തരത്തിൽ, മനോഹരമാക്കുന്ന തരത്തിൽ എന്നുള്ള അർത്ഥത്തില്. ശാക്വരി എന്ന് പറഞ്ഞൊരു വൃത്തം ഉണ്ട്, അപ്പൊ ശാക്വര രൂപത്തെ ധരിച്ചു. ബൃഹതി എന്നൊന്നുണ്ട്, അപ്പൊ ബൃഹതിയും മൂർത്തിയും ദദാന, ബൃഹതിയെയും ധരിച്ചു. അപ്പൊ ചുരുക്കത്തിൽ ഏതൊക്കെ ഛന്ദസ്സുകളെ ധരിച്ചു? ജഗതി, ധൃതി, ശാക്വരി, ബൃഹതി, ഇതിനെയൊക്കെ ധരിച്ചു. പങ്ക്തി, പങ്ക്തി എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട്, ആ പങ്ക്തിയും ധരിച്ചു. അങ്ങനെയുള്ള ആ കാള ആരെ പ്രാപിച്ചത്? ഇത്രയൊക്കെ തനിക്ക് മെടുക്കട്ടെ, എനിക്ക് ഇത്രയൊക്കെ ഛന്ദസ് ഉണ്ട് എന്നുള്ള മട്ടിൽ വന്നപ്പോഴേ ഛന്ദസാം നിധിം, ഛന്ദസ്സുകൾക്ക് മുഴുവൻ ആധാരമായ ആ ഭഗവാനെയാണ് അന്വേഷിച്ചത്. അവൻ എതിരിടാൻ ഒരുങ്ങിയത് ആരെയാണ്? ഛന്ദസ്സുകളാണ് അധീനമാക്കി കൊണ്ടുവന്നത് എന്നുള്ള മട്ടിൽ പറയാണ്. ഏതൊക്കെ ഛന്ദസ്സുകളെ അധീനമാക്കി? ജഗതിയെ, ധൃതിയെ, ശാക്വരിയെ, ബൃഹതിയെ, പങ്ക്തിയെ. പക്ഷെ ഇതിനെയൊക്കെ ആശ്രയമാക്കി വന്നു. ഇവിടെ വന്നപ്പോ കണ്ടതോ ഛന്ദസാം നിധിം, ഛന്ദസ്സുകൾക്ക് മുഴുവൻ ആധാരമായ, വേദത്തിന് ആധാരമായ ആ ഭഗവാനാണ് കണ്ടത്. അപ്പൊ എന്ത് ചെയ്തു? വലിയ നിധിയിൽ ചെറിയ നിധി ലയിച്ചു. ലയിക്കില്ലേ? അതാണ് ഇപ്പൊ ഉണ്ടാകാൻ പോണത്. വലിയ നിധിയിലെ ഇയാളുടെ കയ്യിലുള്ള ചെറിയ നിധി ഒക്കെ കൂടെ ചേർന്ന് ഒറ്റ നിധിയായി മാറിയെന്ന്. ആ അർത്ഥത്തിൽ പറയാണ് ഭഗവാനിൽ ലയിച്ചു ചേരാനായിട്ടാണ് അവൻ അടുത്തത് എന്ന്. അതായത് ശരിക്കും പറഞ്ഞാൽ അരിഷ്ടന്റെ വരവ് ദുഷ്ടനിഷ്ഠുരാകൃതി ആയിരുന്നാലും ശുഭോദർക്കമാണ്, ശുഭത്തിൽ കൊണ്ട് കലാശിക്കുന്നതാണ് എന്ന് ഭട്ടതിരിപ്പാട് ഭംഗി അന്നരേണ വർണ്ണിച്ചു. ഭംഗി അന്നരേണ വർണ്ണിച്ചു വെച്ചാൽ ഛന്ദസ്സുകളെയും കൊണ്ട് വന്നവൻ വലിയ ഛന്ദസ്സിൽ മുഴുകി എന്ന് പറയാം. അതായത് നമ്മളൊക്കെ എന്ത് ചെയ്യും? പരമാത്മാവിൽ മുഴുകി എന്ന് പറയുന്നത് പോലെ ചെറിയ ചെറിയ ഛന്ദസ്സുകളെയും കൊണ്ട് വന്നവൻ വലിയ ഛന്ദസ്സിൽ അങ്ങോട്ട് മുഴുകിച്ചേർന്നു എന്ന് പറയുകയാണ്. ശരിക്കും അത് വാസ്തവത്തിൽ ആ വാക്കുകൾക്ക് അർത്ഥം പറയുമ്പോ അങ്ങനെയല്ല. ജഗതി ധൃതി ഹാരി, ജഗതി ലോകത്തിന്റെ, ധൃതി ധൈര്യത്തിനെ, ഹാരി അപഹരിക്കുന്നവനായിട്ട്, ജനങ്ങളെ മുഴുവൻ പേടിപ്പിക്കുന്നവനായിട്ട്. ശാക്വരഹ ഈ ദുഷ്ടകാള, ബൃഹതീം മൂർത്തിം പ്രദാനഹ, ബൃഹതി എന്ന് പറഞ്ഞ വലുപ്പമേറിയതായ രൂപത്തെ പ്രാപിച്ചവനായി. പശൂനാം പങ്ക്തിം, ആ പശുക്കളുടെ നിരയെ പരിപൂർണ വേഗത്തിൽ അങ്ങോട്ട് ഓടിച്ചിട്ട് ഛന്ദസാം നിധിം വേദസ്വരൂപനായ ഭവന്തം അങ്ങയെ അവാപ, അങ്ങയുടെ അടുത്തേക്ക് അടുത്തു, അങ്ങയുടെ നേർക്ക് അടുത്തു. അവരെയൊക്കെ ഓടിച്ച് ഭഗവാന്റെ അടുത്തേക്ക് വന്നു. അതാണ് ശരിക്കും അർത്ഥം. അത് ആലങ്കാരികമായിട്ട് വർണ്ണിച്ചു മാത്രം. കാരണം ഈ ഛന്ദസ്സുകളുടെ പേര് തന്നെ പറഞ്ഞു. എന്തിന്? കാള എങ്ങനെ വന്നു എന്നുള്ളതിന് ഓരോ ഛന്ദസ്സിന്റെ പേരും പറഞ്ഞ് തന്റെ ആ വ്യാകരണ സാമർത്ഥ്യവും കൂടെ പ്രകടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഇത്രയൊക്കെ ഛന്ദസ്സുകളായിട്ടാണ് വന്നതെങ്കിലും വലിയ ഛന്ദസ്സിന്റെ മുമ്പിൽ തോറ്റുപോയി എന്ന്. അതാ അർത്ഥത്തിലാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞത് അതല്ല. കാള വന്നു. എങ്ങനെ വന്നു? ലോകത്തെ മുഴുവൻ വറപ്പിച്ചുകൊണ്ടാ വന്നത്. വലിയ രൂപം ധരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയോ പശുപങ്ക്തികളെ, പശുക്കളുടെ നിരയെ മുഴുവൻ പരിപൂർണ ഓടിപ്പിച്ചുകൊണ്ട് അയം ദുഷ്ടോ ശകുരഹ, ഈ ദുഷ്ടനായ കാള ഛന്ദസാം നിധിം വേദമൂർത്തിം ത്വാം, അങ്ങയെ അവാപ, അങ്ങയുടെ നേർക്ക് അടുത്തു വന്നു. ഇതാണ് ശരിയായ അർത്ഥം കേട്ടാ. അഥ ജഗദീധൃതിഹാരി ഏഷഃ ശാക്വരഃ ബൃഹതീം മൂർത്തിം പ്രദധാനഃ പശൂനാം പങ്ക്തിം ആശു പരിപൂർണ്യ ഛന്ദസാം നിധിം ഭവന്തം അവാപ. അനന്തരം ലോകത്തെ വിറപ്പിക്കുന്ന ഈ ദുഷ്ടകാളയുണ്ടല്ലോ, വലിയ രൂപത്തെ ധരിച്ചുകൊണ്ട് പശുക്കളെ ഓടിച്ചിട്ട് നടത്തിയിട്ട് വേദത്തിന് ആധാരമായ ഭഗവാന്റെ നേർക്ക് വന്നു ചേർന്നു. ഇതാണ് അർത്ഥം. അധ ജഗദീധൃതിഹാരി ഏഷ ശാക്വരഃ ബൃഹതീം മൂർത്തിം പ്രദദാനഃ പശൂനാം പങ്ക്തിം ആശു പരിപൂർണ്യ
ഛന്ദസാം നിധിം ഭവന്തം അവാപ. വാസ്തവത്തില് ശാക്വര, ജഗതി, ധൃതി, ബൃഹതി, പങ്ക്തി ഇത്രയും കുറച്ചു ഛന്ദസ്സുകളെ ഈ കാളയ്ക്ക് അധീനമായിട്ടുള്ളൂ. ഇവിടെയോ ഛന്ദസ്സുകൾക്ക് മുഴുവൻ നിധിയായിട്ടുള്ള ഭഗവാനാണ്. അപ്പൊ ഈ ചെറിയ ഛന്ദസ്സുകളെയും കൊണ്ട് വന്നവൻ വലിയ ഛന്ദസ്സിൽ ലയിച്ചു ചേർന്നു എന്ന് പറയാനാണ്. അതായത് ഈ ദുഷ്ടക്കാലയുടെ വരവ് നല്ലതായി തീറും എന്ന് ശുഭോദർക്കമാണെന്ന് സൂചിപ്പിച്ചു. ശക്വരോധ ജഗതി ധൃതിഹാരി മൂർത്തിമേഷ ബൃഹതിം വ്രതധാനഃ പങ്ക്തിമാശു പരിഘൂർണ്യ പശൂനാം ഛന്ദസാം നിധിമവാപ ഭവന്തം. ഇനി അടുത്തത് പറയണേ, എങ്ങനെയാ വന്നത്? ആ അരിഷ്ടാസുരനെ ഭഗവാൻ എങ്ങനെ വധിച്ചു എന്ന് പറയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു തന്നു, കൊമ്പുകളിൽ പിടിച്ച് പതുക്കെ 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 ഉന്തിക്കൊണ്ട് കുറെ ദൂരത്തേക്ക് ഉന്തിക്കൊണ്ടുപോയിട്ടാണ് വന്നത് എന്നാണ് ഭാഗവതം. ഇവിടെ എന്താ പറയണേ നോക്കാം. തുംഗശൃംഗമുഖമാശ്വഭിയന്തം സംഗൃഹയ്യ രഭസാദഭിയന്തം ഭദ്രരൂപമഭിദൈത്യമഭദ്രം മർദ്ദയന്നമദയ സുരലോകം. അവിടെ എന്ത് ചെയ്തു? ഭഗവാൻ അവന് സുരലോകത്തിൽ എത്തിച്ചു കൊടുത്തു എന്നാണ്. അവന് സുരലോകം അമദയാണ്, ദേവലോകത്തെ സന്തോഷിപ്പിച്ചു എന്ന്. എന്താ പറഞ്ഞത്? തുംഗശൃംഗം, ശൃംഗമുഖം, തുംഗശൃംഗമുഖം, ആശു അഭിയന്തം സംഗൃഹയ്യ രഭസാദ് അഭിയം തം ഭദ്രരൂപം അഭി ദൈത്യം അഭദ്രം മർദ്ദയൻ അമദയഃ സുരലോകം. ഇവിടെ എന്താണ്? സുരലോകം അമദയഃ, ദേവലോകത്തെ മുദമുള്ളതാക്കി തീർത്തു, സന്തോഷിപ്പിച്ചു. എങ്ങനെയാണ്? സംഗ്രഹയ്യ മർദ്ദയൻ, ബലമായി പിടിച്ചു മർദ്ദിച്ചിട്ടാണ് ദേവലോകത്തെ സന്തോഷിപ്പിച്ചത്. ആരെയാണ് അങ്ങനെ പിടിച്ചു മർദ്ദിച്ചത്? തം ദൈത്യം, ആ അസുരനെ. രഭസാദ്, എങ്ങനെ പിടിച്ചത്? ബലമായിട്ട് അങ്ങോട്ട് പിടിച്ചു, എന്നിട്ടാണ് മർദ്ദിച്ചത്. അവൻ എങ്ങനെയുള്ളവനാണ് എന്ന് പറയാണ്. തുംഗ ശൃംഗമുഖം, തുംഗം ഉയർന്നത്, ശൃംഗം കൊമ്പ്, തുംഗ ശൃംഗമുഖം, തല ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, കൊമ്പും ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഉയർന്ന കൊമ്പും തലയും കൂടി ആശു പെട്ടെന്ന് അഭിയന്തം തന്റെ നേർക്ക് വരികയാണ്, എതിരിട്ട് വരിക. ആ എതിരിട്ട് വരുന്നവൻ അവൻ എങ്ങനെയുള്ളവനാ? അഭിയം, നഭിയം, അഭിയം, ഭയമേ ഇല്ല. ആരെയും കൂസാത്ത ഒരു വരവാണ് ഈ കാളയുടെ. അഭിയം തം, അഭിയനായ അവൻ ഏത് രൂപത്തിലാണ് വന്നിരിക്കുന്നത്? ഭദ്രരൂപം. ഭദ്രം എന്ന് പറഞ്ഞാൽ കാള അർത്ഥമുണ്ട്. ഭദ്രരൂപം, കാളയുടെ രൂപത്തിൽ വരിച്ചു തന്നിരുന്നാലും അവൻ ആരാ? അഭദ്രം. അവിടെ അർത്ഥം അമംഗളം. ആദ്യത്തേലെ ഭദ്രരൂപത്തിലാണ് വന്നത്, പക്ഷെ അവൻ അഭദ്രനാണ് എന്ന് പറഞ്ഞാൽ വെറുതെ വാക്കിന് അർത്ഥം എന്താ തോന്നുക? കാളയുടെ രൂപത്തിൽ വന്നു, അവൻ കാളയല്ല. അർത്ഥം എടുക്കാം, അവൻ അരിഷ്ടനാണല്ലോ, അസുരനാണ്. പക്ഷെ ഇവിടെ അതല്ല പറഞ്ഞത്, ഭദ്രരൂപത്തിലാ വന്നത്. ഭദ്രം എന്നുള്ളതിന് മംഗളം എന്നൊരു അർത്ഥം ഉണ്ടല്ലോ. ഇവിടെ കാളാന്നർത്ഥം. കാളയുടെ രൂപത്തിൽ വന്നു, പക്ഷേ ഭദ്രത്തിന് അഭദ്രമായ അമംഗള രൂപിയായിരുന്നു അവൻ. അപ്പൊ കാളയുടെ രൂപത്തിൽ വന്ന് ഭദ്രരൂപിയാണെങ്കിലും അഭദ്രൻ, വിപരീതാർത്ഥം തോന്നിപ്പിക്കുന്ന തരത്തിൽ പ്രയോഗിക്കുകയാണ്. ഭദ്രന്റെ രൂപത്തിലാണ്, കാളയുടെ രൂപത്തിലാണ് വന്നത്, പക്ഷേ അവൻ അഭദ്രൻ, കാളയുടെ രൂപത്തിലുള്ളവനല്ല എന്നൊരർത്ഥം എടുക്കാം. അമംഗളൻ എന്നൊരർത്ഥം എടുക്കാം. അങ്ങനെ മംഗളരൂപം പോലെ കാളരൂപം ധരിച്ചു വന്നു, പക്ഷേ അവൻ അഭദ്രമാണ്, അമംഗളിയാണ്. അങ്ങനെയുള്ള ത്വം ദൈത്യം, അവൻ അരിഷ്ടൻ എന്ന ദൈത്യനാണല്ലോ, അവനെ രഭസാദ് ബലമായിട്ട് സംഗ്രഹയ്യ പിടിച്ചു, മർദ്ദയൻ നല്ല അടി വെച്ചു കൊടുത്തു. എന്നിട്ട് സുരലോകം അമദയ, ദേവലോകത്തിനെ മുഴുവൻ അങ്ങ് സന്തോഷിപ്പിച്ചു. കണ്ടോ? അഭദ്രരൂപം അല്ലെ, ഭദ്രരൂപം അഭി അഭദ്രം എന്ന് വിരോധമായിട്ട് പറഞ്ഞു. കാള എന്നുള്ള അർത്ഥത്തിലും ദുഷ്ടൻ എന്നുള്ളതുമായ ഭദ്ര അഭദ്ര ശബ്ദങ്ങളെ അല്ലെ. കാള എന്നർത്ഥം ഭദ്രന്, അഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളം, ദുഷ്ടൻ എന്നർത്ഥം. കാളാന്നും ദുഷ്ടന്നുമുള്ള അർത്ഥം വരുന്ന തരത്തിൽ ഭദ്ര അഭദ്ര പദങ്ങളെ പ്രയോഗിച്ചു.
കേൾക്കുന്നവൾക്ക് ഭദ്രൻ മംഗളമാണ്, അഭദ്രൻ അവങ്കളനായി എന്ന് പറയുന്നത് പോലെ കാളയെയും ദുഷ്ടനെയും വർണ്ണിച്ചു. ഇതൊക്കെ ആ ഭട്ടതിരിപ്പാടിന്റെ വ്യാകരണ കഴിവ് പ്രകടിപ്പിച്ചതാണ്. അപ്പൊ എന്താണ് കാള എന്നും ദുഷ്ടൻ എന്നുമുള്ളതായ ഭദ്രാതൃദ്ര ശബ്ദങ്ങളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ദേവന്മാരെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ ആ കാളയെ മർദ്ദിച്ചു. മർദ്ദയൻ എന്നാ പറഞ്ഞ, മർദ്ദിപ്പിച്ചുകൊണ്ട് സുരലോകം അമദയ, ദേവലോകത്തെ സന്തോഷിപ്പിച്ചു. അപ്പൊ നോക്കിക്കോളെ എന്തൊക്കെയാണെന്ന്. തുംഗശൃംഗമുഖം ആശു അഭിയന്തം, ഉയർത്തിപ്പിടിച്ച കൊമ്പുകളും തലയോടും കൂടി തന്റെ മുമ്പിലേക്ക് പാഞ്ഞു വരുന്ന അഭിയം, ഭയമില്ലാത്തവനാണ്. ഭദ്രരൂപം, കാളയുടെ രൂപത്തിലാണ്. അഭദ്രം എന്നാൽ ദുഷ്ടനുമാണ്. തന്തൈത്യം, ആ അസുരനെ രഭസാദ് ബലമായിട്ട് സംഗ്രഹീയ പിടിച്ച് മർദ്ദയൻ അടിച്ച് മർദ്ദിച്ചു വീഴ്ചാക്കി. സുരലോകം അമദയ, ദേവലോകം അങ്ങട് സന്തോഷിച്ചു, സുരലോകത്തെ സന്തോഷിപ്പിച്ചു എന്നാണ് കേട്ടാ. മദയതി സന്തോഷിപ്പിക്കുന്നു. അതിന്റെ ലങ് അമദയത്, അതിന്റെ മധ്യമ പുരുഷൻ അമദയ. ഒരിക്കൽ കൂടെ അന്വയം അർത്ഥം മനസ്സിലായല്ലോ. തുംഗശൃംഗമുഖം ആശു അഭിയന്തം, അഭിയം ഭദ്രരൂപം അഭി അഭദ്രം തം ദൈത്യം രഭസാദ് സംഗ്രഹയ്യ മർദ്ദയന് സുരലോകം അമദയ. തുംഗശൃംഗമുഖമാശ്വഭിയന്തം സംഗൃഹയ്യ രഭസാദഭിയന്തം ഭദ്രരൂപമഭിദൈത്യമഭദ്രം മർദ്ദയന്നമദയ സുരലോകം. ഇനി അടുത്ത ശ്ലോകം നോക്കൂ. ദേവന്മാരൊക്കെ ഭഗവാനെ സ്തുതിക്കുകയാണ്. എന്താണ്? ചിത്രമദ്യ ഭഗവൻ വൃഷഘാദാത് സുസ്ഥിരാജനി വൃഷസ്ഥിതിരുർവ്യം വർദ്ധതേജ വൃഷചേതസി ഭൂയാൻ മോദയിത്യഭിനുദോസി സുരൈസ്ത്വം. 3 പ്രാവശ്യം കൊണ്ട് വൃഷ എന്നുള്ള വാക്ക് പ്രയോഗിച്ചു. 3 അർത്ഥത്തിലാണെന്ന് മാത്രം കേട്ടാ. നോക്കിക്കോളൂ. ചിത്രം അദ്യ ഭഗവൻ വൃഷഘാദാത് സുസ്ഥിര അജനി വൃഷസ്ഥിതി ഉർവ്യാം വർദ്ധതേ ച വൃഷചേതസി ഭൂയാൻ മോദഃ ഇതി അഭിനുദഃ അസി സുരൈഹി ത്വം. ഇവിടെ പറയണേ ഇതി സുരൈഹി ത്വം അഭിനുദഃ അസി. അതാണ് അങ്ങിപ്രകാരം ദേവന്മാരാൽ അഭിനുതനായി സ്തുതിക്കപ്പെട്ടു. അങ്ങിപ്രകാരം ദേവനാൽ സ്തുതിക്കപ്പെട്ടു. എന്താണ് സ്തുതിച്ചത്? ചിത്രം, ആശ്ചര്യം എന്നാണ് അവർ പറഞ്ഞ് സ്തുതിച്ചത്. എന്തൊക്കെയാണ് ആശ്ചര്യങ്ങള്? ഹേ ഭഗവന്, അല്ലയോ ഭഗവാനെ, അദ്യ ഇന്ന് എന്ത് ചെയ്തു അങ്ങ്? വൃഷഘാദാത്, വൃഷം എന്ന് പറഞ്ഞാൽ കാള, വൃഷഘാദാത് കാളയെ കൊന്നു അല്ലേ? ദുഷ്ടകാളയെ നിങ്ങൾ കൊന്നു. അതോ ഉർവ്യാം, ഉർവി ഭൂമി, അതിന്റെ സപ്തമി ഉർവ്യാം, ഭൂമിയില് വൃഷസ്ഥിതി. വൃഷ എന്നുള്ളതിന്റെ അർത്ഥം ധർമ്മം. എന്താ കാരണം? സ്വതവേ കാള ധർമ്മത്തിന്റെ സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നുണ്ട്. അതുകൊണ്ടാണ് പരീക്ഷിത്ത് വരുമ്പോ കാളയുടെ രൂപത്തിലാണ് ധർമ്മം നിന്നത്. 3 കാലും പോയിട്ട് ഒറ്റക്കാലിൽ നിൽക്കുന്ന കാള, അതിനോടൊപ്പം കരഞ്ഞു നിൽക്കുന്ന ഭൂമിയുടെ സിമ്പിളായ പശു, എന്നിട്ട് ഒരു കലിയുടെ രൂപത്തിലുള്ള ശൂദ്രൻ അടിക്കുന്ന രംഗം. ഇത് കണ്ടുകൊണ്ടാണല്ലോ പരീക്ഷിത്ത് വന്നത്. അപ്പൊ അന്ന് കാളയെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു തന്നിട്ട് കാള. അതുകൊണ്ടാണ് പരമശിവൻ കാളപ്പുറത്ത് സഞ്ചരിക്കുന്നത്. ധർമ്മത്തിന്റെ പുറത്താണ് പരമേശ്വരന്റെ സഞ്ചാരം. അപ്പൊ ധർമ്മമാണ് കാള. കാള എന്നുള്ള വാക്കല്ല, വൃഷ എന്നുള്ള വാക്കിന് ധർമ്മം എന്ന് അർത്ഥമുണ്ട് എന്നർത്ഥം. വൃഷസ്ഥിതി, ധർമ്മത്തിന്റെ സ്ഥിതി. ഈ ഒരു കാളയെ, ഒരു വൃഷനെ കൊന്ന് വൃഷനെ നിലനിർത്തി. പറയുമ്പോ വിപരീതല്ലോ തോന്നുക. വൃഷത്തിനെ കൊന്നിട്ട് വൃഷസ്ഥിതിയെ നിലനിർത്തിയില്ലേ എന്ന്. അതായത് ദുഷ്ടകാളയെ വധിച്ച് ലോകത്തിൽ ധർമ്മത്തിന്റെ സ്ഥിതിയെ സുസ്ഥിത, ഉറപ്പിച്ചതാക്കി തീർത്തു. ഇവിടെ ധർമ്മം പോയിട്ടില്ല എന്ന് കാണിച്ചു തന്നില്ലേ എന്ന് പറയാണ്.
എന്നിട്ടോ വൃഷചേതസി, വൃഷ എന്നുള്ള വാക്കിന് ഇന്ദ്രൻ എന്ന അർത്ഥമുണ്ട്. വൃഷചേതസി, ആ ഇന്ദ്രന്റെ, വൃഷാവിന്റെ മനസ്സില് ഭൂയാൻമോദ, വലിയ സന്തോഷം, അത്യധികമായ സന്തോഷം, വർദ്ധതേച്ച, വർദ്ധിക്കുകയും ചെയ്തു. അതുകൊണ്ട് ചിത്രം, ആശ്ചര്യം, ഇതി എന്ന് സുരൈഹി നുദഹ, ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായി അസി ഭവിക്കുന്നു. അപ്പൊ അവരെന്താ പറഞ്ഞത്? വൃഷത്തിനെ കൊന്ന് വൃഷസ്ഥിതിയെ നിലനിർത്തി വൃഷാവിന് സന്തോഷം ഉണ്ടാക്കി. 3 വൃക്ഷത്തെ പ്രയോഗിച്ചു. ആദ്യത്തെ വൃക്ഷത്തിന് കാള, ദുഷ്ടക്കാളയെ കൊന്ന് ലോകത്തിൽ ധർമ്മത്തിന്റെ നിലനിൽപ്പിനെ കൊടുത്തുകൊണ്ട് ഇന്ദ്രദേവന്റെ മനസ്സിൽ അത്യധികം സന്തോഷത്തെയും ഉണ്ടാക്കിയവനല്ലേ അങ്ങ് എന്ന് ദേവന്മാരൊക്കെ കൂടെ സ്തുതിച്ചു അത്രേ. അങ്ങനെ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായി തീർന്നു അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ്. അപ്പൊ 3 പ്രാവശ്യം 3 അർത്ഥത്തില് പദം പ്രയോഗിച്ചു. വൃഷ കാള, വൃഷ ധർമ്മം, വൃഷാ ദേവേന്ദ്ര. കേട്ടാ? എന്താണ്? ഹേ ഭഗവന് അദ്യ വൃഷഘാതാത് ഉർവ്യാം വൃഷസ്ഥിതി സുസ്ഥിത. കേൾക്കുമ്പോ വിരോധ തോന്നാം. ഇന്ന് വൃഷനെ കൊന്നത് കൊണ്ട് ലോകത്തിൽ വൃഷസ്ഥിതി നിലനിർത്തപ്പെട്ടു. കൊന്നിട്ട് നിലനിർത്താൻ പറ്റുമോ? അപ്പൊ അവിടെ എന്താണ്? അവിടെ കാളയെ കൊന്ന് ധർമ്മത്തിന്റെ സ്ഥിതി നിലനിർത്തപ്പെട്ടു. അതുപോലെ വൃഷചേതസി, കാളയുടെ മനസ്സിൽ സന്തോഷം ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ മരിച്ചു കഴിഞ്ഞിട്ട്? ഇവിടെ വൃഷചേതസി എന്നുള്ളത് ഇന്ദ്രന്. ഇന്ദ്രന്റെ മനസ്സിൽ ഭൂയാൻമോദ, അത്യധികമായ സന്തോഷം, വർദ്ധതേച്ച, വർദ്ധിക്കുകയും ചെയ്തു. ചിത്രം, ആശ്ചര്യം, ഇതി സുരൈഹി അഭിനുദഹാസി, ഇപ്രകാരം ദേവന്മാരാൽ അങ്ങ് സ്തുതിക്കപ്പെട്ടു. അർത്ഥം ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഹേ ഭഗവന് അദ്യ വൃഷഘാതാത് ഉർവ്യാം വൃഷസ്ഥിതി സുസ്ഥിത. അജനി, അജനി എന്നുള്ളതേ കർമ്മണി ലുങ്ങ. വൃഷചേതസി ഭൂയാൻമോദ വർദ്ധതേച്ച. ചിത്രം, ഇതി സുരൈഹി ത്വം അഭിനുദഃ അസി. അല്ലയോ ഭഗവാനെ, ഇപ്പോൾ അങ്ങൊരു വൃഷത്തെ കൊന്നതുകൊണ്ട് ഭൂമിയിൽ വൃഷസ്ഥിതി, അതായത് ധർമ്മസ്ഥിതി നല്ല ഉറപ്പുള്ളതായി തീർന്നു. സ്വർഗത്തിലാകട്ടെ വൃഷാവിന്റെ ഉള്ളിൽ, അതായത് ഇന്ദ്രന്റെ ഉള്ളിൽ വല്ലാത്ത ആഹ്ലാദം വളരുകയും ചെയ്തു. അത്ഭുതം തന്നെ. ഒരു വൃഷത്തെ കൊന്ന് വൃഷസ്ഥിതിയെ നിലനിർത്തി വൃഷന് സന്തോഷവും ഉണ്ടാക്കി. അതൊരു വിചിത്രം തന്നെയല്ലേ? ഇതി സുരൈഹി എന്ന് ദേവന്മാരാൽ ത്വം അങ്ങ് അഭിനുദഃ അസി സ്തുതിക്കപ്പെടും. ചിത്രമദ്യ ഭഗവൻ വൃഷഘാതാത് സുസ്ഥിരാജനി വൃഷസ്ഥിതിരുർവ്യാം വർദ്ധതേ ച വൃഷചേതസി ഭൂയാൻ മോദയിത്യഭിനുദോസി സുരൈസ്ത്വം. വൃഷശബ്ദത്തിന്റെ നാനാർത്ഥമാണ് ഇവിടെ പ്രയോഗിച്ചത് കേട്ടാ. ഇനി അവസാനം ഈ ദശകത്തെ ഉപസംഹരിക്കാണ്. അതിൽ പറയുന്ന നോക്കൂ. ഔക്ഷഗാണി പരിധാവത ദൂരം വീക്ഷ്യതാം അയമിഹോക്ഷ വിഭോ വിഭേദി ഇത്തമാത്തഹസിതൈർസഹ ഗോപൈഹി ഗേഹഗസ്ത്വമവ വാദപുരേശ. അവിടെ ദേവന്മാർ സ്തുതിക്കുക ചെയ്തത്, ഇവിടെ ഗോപന്മാര് പരിഹസിച്ചു. രണ്ടു തമ്മിലുള്ള വ്യത്യാസത. നേരം പോക്കായിട്ട് പറഞ്ഞു ഗോപന്മാര്, അവിടെ കാര്യമായിട്ടുള്ള നിലയ്ക്ക് പറഞ്ഞു. വൃഷനെ കൊന്ന് വൃഷസ്ഥിതിയെ നിലനിർത്തിയ വൃഷാവിന് സന്തോഷമുണ്ടാക്കിയ ഭഗവാനെ എന്ന് പറഞ്ഞു സ്തുതിച്ചു അവരൊക്കെ കൂടെ. ഇവിടെ എന്താത്? ഔക്ഷഗാണി. ഔക്ഷകങ്ങൾ എന്ന് പറഞ്ഞാൽ പശുക്കളുടെയും കാളകളുടെയും കൂട്ടം, കാളക്കൂട്ടം തന്നെ എടുത്തോളൂ. ഉക്ഷാ, ഉക്ഷാണോ, ഉക്ഷാണ എന്നൊരു രൂപമുണ്ട് കാളയ്ക്ക് കേട്ടാ. അതുകൊണ്ടാണ് വൃദ്ധോക്ഷനാണ് പരമശിവൻ എന്ന് പറയും. മുത്തം കാളയും കൊണ്ട് നടക്കുന്ന ആളാ. ഒരു മുതുകാളപ്പുറത്താണ് ഭഗവാന്റെ സഞ്ചാരം. വയസ്സായി അങ്ങനത്തെ ഒരു കാളപ്പുറത്താണ് വലിയ ഗമയിലുള്ള സഞ്ചാരം. ഇവിടെ എന്താണ്? ഔക്ഷഗാണി. ഔക്ഷഗാണി എന്ന് പറഞ്ഞാൽ കാളകളെ എന്ന് സംബോധന ചെയ്യാണ്. പരിധാവത ദൂരം വീക്ഷ്യതാം അയം ഇഹ ഉക്ഷവിഭേദി ഇത്തം ആത്തഹസിതൈഹി സഹ ഗോപൈഹി ഗേഹഗഃ ത്വം അവ വാദപുരേശ. ഹേ വാദപുരേശ ത്വം അവ എന്നാണ്. അല്ലയോ വാദപുരേശ, നീ ഞങ്ങളെ രക്ഷിക്കൂ. അവതു അവതാം അവന്തു. അവ ലോട്ട് മധ്യമ പുരുഷനാണ്.
അല്ലയോ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കൂ എന്ന്. മാം അവ എന്നെ രക്ഷിക്കണേ എന്ന്. എങ്ങനെയുള്ളവനാണ്? ഗേഹ വീട്ടിലേക്ക് പോയവനാ. ആരുടെ കൂടെ വീട്ടിലേക്ക് പോയി? ഗോപൈഹി ഗോപന്മാരോടൊപ്പം വ്രജഗോകുലത്തിലേക്ക് പോയില്ലേ? അങ്ങനെയുള്ള ഗുരുവായൂരപ്പ ഞങ്ങളെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. എങ്ങനെയുള്ള ഗോപന്മാരോടൊപ്പം പോയത്? ആത്തഹസിതൈഹി ഗോപൈഹി അല്ലെ, പരിഹസിച്ച് ചിരിക്കുന്ന ഗോപന്മാരോടൊപ്പം ഭഗവാൻ പോയത്. അവിടെ ദേവന്മാർ സ്തുതിച്ചു നിന്നു, അവരുടെ കൂടെ പോയില്ല. പരിഹസിച്ച് ചിരിക്കുന്ന ഗോപന്മാരോട് കൂടിയാണ് അങ്ങ് പോയത്. അങ്ങനെയുള്ള അങ്ങ് എന്താണ് അവർ പരിഹസിച്ചത്? ഹേ ഔക്ഷകാണി സംബോധന ചെയ്യാണ്. കാളകളെ ദൂരം പരിതാവത ഓടിക്കോളോ 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 പറയാണ് ഗോപന്മാർ. കാളകളെ ഓടിക്കോ ഓടിക്കോ, രക്ഷയിലെവിടെ, ഓടിക്കോ എന്ന്. എന്താ കാരണം? അയമിഹ ഇവിടെ ഇവൻ ഒരുത്തൻ ഉക്ഷവിഭേദി വീക്ഷിതാം, കാളയെ കൊല്ലുന്ന ഒരുത്തനതാ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് കാളകളെ ഓടിക്കോളോ ഓടിക്കോളോ എന്നാണ് പറയുന്നത്. അതിന് പരിഹസിക്കാം. അതെ, കാളയെ കൊല്ലുന്നവൻ നമ്മുടെ ഇടയിലുണ്ട്, അതുകൊണ്ട് കാളകളെ ഓടിപ്പോയിക്കൊള്ളുവിൻ. ഇത്തമാത്തഹസിതൈഹി ഇപ്രകാരം പരിഹാസം പറഞ്ഞു ചിരിക്കുന്ന ഗോപൈഹി സഹ ഗോപന്മാരോടൊപ്പം ഗേഹഗഹാത്വം വീട്ടിലേക്ക് പോയില്ലേ ഭഗവാനെ ഗുരുവായൂരപ്പ? അപ്പൊ ആ ഗോപന്മാർക്ക് പോലും വശംവദനായി പോയ ഭഗവാനുണ്ടല്ലോ, അങ്ങനെയുള്ള അങ്ങ് മാം പാഹി എന്നെ രക്ഷിക്കൂ, അവാന്നാണ് പറഞ്ഞത്, എന്നെ രക്ഷിക്കൂ എന്ന്. അതായത് ദേവകന്മാരൊക്കെ സ്തുതിച്ചു വന്ദിക്കുക ചെയ്തത്. പക്ഷേ സമനിലയിൽ കൂട്ടുകാരെന്ന മട്ടിൽ കളിയാക്കുകയാണ് ആര്? ഗോപന്മാർ അല്ലെ. ഭഗവാനാണെന്ന് പറഞ്ഞിട്ടല്ലോ അവരുടെ ദാ കാളയെ കൊല്ലുന്നവൻ വരുന്നു, ഓടിക്കോ കാളകളെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന അവരോടൊപ്പമാണ് അത്രേ ഭഗവാൻ പോയത് എന്നർത്ഥം. അപ്പൊ ചുരുക്കത്തില് നല്ല നിഷ്കളങ്ക ഭക്തിയോടുകൂടി ശുദ്ധ ചിത്തന്മാരായി ഉള്ളത് വിളിച്ചു പറയുന്ന ഗോപന്മാര്, കണ്ടത് നേരെ പറയുന്ന ഗോപന്മാര്. മറ്റുള്ളവരെ ഇത്തിരി പൊടിപ്പും തൊങ്ങലും ഒക്കെ സ്തുതിച്ചു. ഇവിടെ സ്തുതിയൊന്നുമില്ല, ഉള്ളത് ഉള്ളപടിയാ പറഞ്ഞു ഈ ഗോപന്മാര്. അങ്ങനെയുള്ള ഗോപന്മാരോട് കൂടി അങ്ങ് പോയില്ലേ? അപ്പൊ വാസ്തവത്തില് ദേവകാര്യത്തിനെ കൊണ്ടുള്ള സ്തുതി കണ്ടങ്ങ് വശംവദനായില്ല. ഭക്തജനങ്ങളുടെ, തന്റെ അടുത്ത് പെരുമാറുന്നവരുടെ പരിഹാസവാക്ക് പോലും ഭഗവാന് പ്രിയങ്കരമായി തോന്നും. ഞാനും ഒരു ഭക്തനല്ലേ, ഭക്തജനത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അങ്ങയുടെ ചുമതലയല്ലേ, ഗോപന്മാരെ പോലെ ഒരുത്തം തന്നെയല്ലേ ഞാൻ. അതുകൊണ്ട് മാം അവ എന്നെ രക്ഷിക്കൂ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? ഹേ ഔക്ഷകാണി അല്ലയോ കാളകളെ, ദൂരം പരിതാവത വേഗം ഓടിക്കോളും വേഗം. അയമിക ഉക്ഷവിഭേദി വീക്ഷ്യത ഇതാ കാളയെ കൊല്ലുന്ന ഒരുത്തൻ ഇവിടെ ഉണ്ട്, അത് നോക്കിക്കോളൂ, കാണുവിൻ കാണുവിൻ, വീക്ഷ്യതാം കാണപ്പെട്ടാലും എന്നാണ്. ഇത്തമാത്തഹസിതൈഹി ഇപ്രകാരം ചിരിച്ചു മറിയുന്ന പരിഹസിച്ചു ചിരിച്ചു മറിയുന്ന ഗോപൈസഹ ഗോപന്മാരോടൊപ്പം ഗേഹഗഹാത്വം ആ വ്രജഗോകുലത്തിലേക്ക് പോയതായ അങ്ങ്, ഭക്തജനങ്ങൾക്ക് വശംവദനായി തീരുന്ന അങ്ങ്, ഹേ വാദവ്രേശ അല്ലയോ ഗുരുവായൂരപ്പ മാം അവ എന്നെയും കൂടെ ആ ലിസ്റ്റിൽ പെടുത്തി എന്നെയും കൂടെ രക്ഷിക്കൂ എന്ന്. ഇതാണ് അർത്ഥം. ഹേ ഔക്ഷകാണി ദൂരം പരിധാവത അയമിഹ ഉക്ഷവിഭേദി വീക്ഷ്യതാം. ഉക്ഷവിഭേദി, ഉക്ഷം കാള, വിഭേദി നശിപ്പിക്കുന്നവൻ, വീക്ഷ്യതാം കാണപ്പെട്ട. നമ്മുടെ ഇടയിൽ ഇതാ ഒരുത്തൻ കാളയെ കൊല്ലുന്നവനുണ്ട്, ഓടിക്കോ ഓടിക്കോ. ഇതാണ് അവർ പറയുന്നത്. ഇത്തമാത്തഹസിതൈഹി ഗോപൈഹി ഇപ്രകാരം പരിഹസിച്ചു ചിരിക്കുന്ന ഗോപന്മാരോടൊപ്പം ഗേഹഗഹാത്വം ഗൃഹത്തിലേക്ക് പോയതായ അങ്ങ്, ഹേ വാദപുരേശ അല്ലയോ ഗുരുവായൂരപ്പ അവാ മാം എന്നെ രക്ഷിച്ചാലും. ഉഷ്ണാം സമൂഹ ഔക്ഷകം താനി ഔക്ഷകാണി. ഇട്ടാ ഇതിൽ വാസ്തവത്തിലെ 36-ാം അധ്യായത്തിലെ 14 പദ്യങ്ങളെ കൊണ്ടാണ് ഈ സ്വാഗതാവൃത്തത്തിൽ പറഞ്ഞതായ അരിഷ്ടവധം അതിനെ വർണ്ണിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ അരിഷ്ടവധവും കൂടി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമ്മള് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാകണം, നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം. പൊൻ
ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. ആ പദാബ്ജം തന്നിലായി സദാ